ആ ആള് മരിക്കുമ്പോൾ, അതിന്റെ മെയിൻ കഥാപാത്രം മരിക്കുമ്പോൾ സംഗതി തീർന്നു. നമ്മളാണെങ്കിലും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സിനിമ കണ്ടിട്ടില്ലേ? അല്ല, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനകത്ത് നായകൻ മരിച്ചാൽ പിന്നെ പടം മുന്നോട്ട് നീങ്ങില്ല. ക്ലൈമാക്സ് അവിടെ കൊണ്ട് തീർന്നു. പക്ഷെ ഉലക ചരിത്രത്തിൽ ഒരു നായകനെ ഞങ്ങൾ പരിചയപ്പെടുത്താം. മരണം കൊണ്ട് ആശീർവാദം പറയുകയല്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് തെളിയിച്ച ഒരു ഉന്നതനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനാണ് ഇന്ന് പകൽ നമ്മുടെ മഹത്വം അർപ്പിക്കുന്നത്, ഇന്ന് പകൽ നമ്മുടെ ആരാധന സമർപ്പിക്കുന്നത്, നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഉലകത്തിൽ ഒന്നേ ഉള്ളൂ, ഒന്നേകാലില്ല. ആ നസ്രയനാകുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിലുണ്ട്, ഈ ഉപവാസത്തിലുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന ജനതയുടെ നടുവിലുണ്ട്. നിനക്ക് ബലം പകരാൻ, അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്ത് നിന്ന് തുടങ്ങാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം നാം സേവിക്കുന്ന ദൈവമാണ്. എല്ലാവരും അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്ത് അവിടുന്ന് ചരിത്രം ആരംഭിക്കുന്ന ഒരു ചരിത്ര പുരുഷൻ, അവനാണ് യേശു ക്രിസ്തു. ശ്രീമാനായ തെയോഫിലോസിന്റെ വീട്ടിൽ ഒത്തിരി ആളുകൾ വന്ന് കാര്യങ്ങൾ പറയുന്നു എങ്കിലും അവരുടെ എല്ലാം സന്ദേശങ്ങൾ ഒടുവിൽ വന്ന് അവസാനിക്കുന്നത് പുള്ളി ഇന്ന ദിവസം മരിച്ചുപോയി കേട്ടോ എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോ പൗലോസിന്റെ പ്രമേയം ഇന്നേക്ക് 2025 വർഷങ്ങൾക്കപ്പുറം കേൾക്കുന്നുണ്ടോ? നമ്മുടെ ശൈലി ബേത്ലഹേമിൽ ഒരുവൻ ജനിച്ചു. അവന്റെ ജനനത്തിൽ തന്നെ അത്ഭുതങ്ങൾ ഒത്തിരി ഉണ്ട്. അവനെ കുറിച്ച് തന്നെ പറയുന്നത് അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, ഇങ്ങനെ ശ്രേഷ്ഠനായുള്ളൂ. അങ്ങനെ ജനിച്ചു വന്നവൻ 30-ാമത്തെ വയസ്സിൽ പിതാവായിരിക്കുന്ന ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തപ്പോൾ ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദം സ്വർഗ്ഗം തുറന്നിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു. അവിടെ തുടങ്ങിയ വ്യത്യസ്തമായ വേറിട്ട ജീവിതയാത്ര. എല്ലാവരും നല്ല ഇടങ്ങൾ കാണാൻ ശ്രമിക്കുക. വിശേഷിച്ച് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വെക്കേഷൻ സമയമായതുകൊണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആളുകൾ പോകാൻ ആഗ്രഹിക്കുക നല്ല നല്ല പ്ലേസുകൾ. എൻ്റെ സ്വന്തം സ്ഥലം ആലപ്പുഴയാണ്. ഇപ്പം ഞങ്ങളുടെ ഹൗസ് ബോട്ടുകൾക്കെല്ലാം നല്ല തിരക്കാണ്, നല്ല തിരക്ക്. എൻ്റെ സ്നേഹിതന്മാർക്കെല്ലാം ഹൗസ് ബോട്ടുകളുണ്ട്. അപ്പോൾ ഈ സീസൺ ടൈം എന്ന് പറയുന്നത് ആളുകൾ എവിടുന്നാണ് വരുന്നത് അതനുസരിച്ച് അവർ ചാർജ് ഈടാക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ വല്ല പരിചയമൊന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ചാർജ് കൂട്ടി മേടിക്കും. അപ്പോൾ ഇപ്പം നല്ല തിരക്കാണ്. അപ്പം ആലപ്പുഴ ആറും തോടും വള്ളവും വെള്ളവും ഒക്കെയുള്ള ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവധിക്കാലം വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആലപ്പുഴയൊന്നുമല്ല. ഞാനങ്ങ് മലമുടക്കിൻ്റെ വണ്ടയ്ക്കൊക്കെ കയറിയിരുന്നുണ്ട്. അതും കണ്ട് ബ്യൂട്ടിയാണെന്ന് പറയാനാണ്. ഞങ്ങളുടെ കിഴക്കിൽ ഹൈറേഞ്ചിലേക്ക് പോകാമെന്ന് പറയും. വലിയ ഊന്നിൻ്റെ വണ്ടയ്ക്കൊക്കെ കയറി നിന്നിട്ട് തേയിലത്തോട്ടത്തിന് നടക്കി നിന്ന് ഫോട്ടോ എടുക്കുക. അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഞങ്ങളുടെ നാട്ടിൽ കൂടെ വള്ളത്തിൽ ഇങ്ങനെ കറങ്ങുന്നത് ഞാൻ പറഞ്ഞു പിടിയിട്ടുണ്ടല്ലോ. നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന, ഇന്നലകളിൽ കണ്ടിട്ടില്ലാത്ത നല്ല പ്ലേസുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ യേശുവിന്റെ പ്രത്യേകത കേൾക്കണോ? യേശുവിന്റെ 33.5 തിരുവയസ്സ് വരെയുള്ള തന്റെ ജീവിതം യഹൂദന്മാർ അടയ്ക്കുന്ന, വെറുക്കുന്ന, നീചം, നിന്ദ്യം, അപമാനം എന്നൊക്കെ വിധി കൽപ്പിച്ച ഇടങ്ങളിലേക്കായിരുന്നു യേശു യാത്ര ചെയ്തത്. അതുകൊണ്ട് ഈ പകലിലും ഞാൻ അഭിമാന പുരസ്സരം പറയുന്നു, അങ്ങനെ യേശു തിരഞ്ഞെടുക്കാൻ തേടിയെത്താൻ വന്നത് കൊണ്ടാണ് ഈ പകലിലും ഒരു പ്രഭാഷകനായി നിങ്ങളുടെ നടുവിൽ സന്ദേശം പറയാൻ എന്നെയും പ്രാപ്തിയുള്ളവനാക്കിയത്. അതുകൊണ്ട് അഭിമാനത്തോടെ ആ ദൈവം നിങ്ങളെയും തേടിയെത്തിയത് കൊണ്ടാണ് ഇവിടുത്തെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത്. 20-ാമത്തെ പകൽ നാം ഒരുമിച്ച് യേശുവിനെ ഉയർത്തുന്നത്. അവസരിച്ച് യേശുവിന്റെ ജീവിത രീതികൾ വ്യത്യസ്തമായിരുന്നു. ഈ ഒടുവിലത്തെ 3.5 കൊല്ലം താൻ ചെയ്തെടുത്ത പ്രവർത്തികൾ അതിനേക്കാൾ കനഗംഭീരമാണ്. ഇതൊക്കെ പൗലോസ്ലീഹ പറഞ്ഞു കൊടുക്കുക. ആർക്ക്? ശ്രീമാനായ തെയോഫിലോസിന് അവരുടെ വീട്ടിൽ. അപ്പൊ വീടിന്റെ ഒരു ഓരത്ത് ഏതാ നമ്മുടെ എഴുത്തുകാരനായ ലൂക്കോസ് ഉണ്ടല്ലോ,
പുള്ളിക്കാരൻ പച്ചമരുന്ന് അരച്ചും കാച്ചിയും ഒക്കെയായി കൂട്ടിക്കുറിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ഇത് പതുക്കെ കേട്ടു. ഏത് കേട്ട്? ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് കേട്ടു. അതിന്റെ ക്ലൈമാക്സിൽ പൗലോസ് ശ്ലീഹ പറയുക, അവനെ റോമൻ പടയാളികൾ പിടിച്ചു, അവനെ അടിച്ചു, അവനെ തകർത്തു. ഇതൊക്കെ ഭീകരതയോടെ ശ്രോതാക്കൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒടുവിൽ മരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞവസാനിപ്പിക്കുന്ന ക്ലൈമാക്സ്. പക്ഷെ ഇവിടെയാണ് യേശു വ്യത്യസ്തനായി നിൽക്കുന്നത്. യേശുവിനെ അടിച്ചു തകർത്തു പോകുന്നു എന്നത് സത്യമാണ്. അത്രയും കാര്യം ശ്രദ്ധയോടെ പറഞ്ഞിട്ട് പൗലോസ് ശ്ലീഹ ആവേശത്തോടെ ഒരു പ്രയോഗം പറഞ്ഞു. മൂന്നാം നാൾ നിന്റെ ജയമെവിടെ? നിന്റെ വിഷമുള്ളവിടെ? മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകരം നമ്മൾ ആ ദൈവത്തെയാണ് ഉയർത്തുന്നത്, ആ ദൈവത്തെയാണ് വാഴ്ത്തുന്നത്, ആ ദൈവത്തിലാണ് മഹത്വം അർപ്പിക്കുന്നത്. വിശ്വസിക്കുന്നവർ പല ഇന്നുവരെ ആ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തെക്കാളും ഇത് കേട്ടപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു മരുന്നരച്ചും കലക്കിയും പൊടിച്ചും കൊണ്ടിരുന്ന ലൂക്കോസ് ചാടി വീണിട്ട് ചോദിച്ചു, എൻ്റെ വൈദ്യശാസ്ത്ര മേഖലകളിൽ ഞങ്ങളുടെ മെഡിസിൻ പലരെയും മരണത്തിൻ്റെ മുൻപിൽ വേഗത്തിൽ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും മരണത്തെ ഞങ്ങൾക്ക് മരണത്തെ ജയിച്ചെന്നോ? ഇത്രയും അടികൊണ്ടിട്ട്, ഇത്രയും ഉപദ്രവങ്ങൾ ഏറ്റിട്ട്, കാൽവറിയിൽ മൂന്നാളിൽ തകർക്കപ്പെട്ടിട്ട് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നോ? ചോദിച്ചു, ഉത്തരമൊന്നേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന നിത്യ സത്യദൈവം. ഈ പകലിൽ ആ ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ തന്റെ ഇടപെടവർ പരിസരം മറന്ന് 20ാമത്തെ പകൽ ശക്തിയോടെ എന്ന ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. ആത്മനിർഭരമായി 20ാമത്തെ പകൽ ഞങ്ങൾ ഉയർത്തുന്നത് മരിച്ച ഒരുവരെയല്ല, ഉയർത്തെഴുന്നേറ്റ ഒരുവരെയാണ്. ഏതൊക്കെയാലും ശ്രീമാനായ തെയോഫിലോസും ലൂക്കോസും ഒരു ദിവസം തന്നെ രക്ഷിക്കപ്പെട്ടു. നിങ്ങൾ കേൾക്കണം. ലൂക്കോസ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എന്താണെന്നറിയാമോ? ഈ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി ജീവിച്ചിരുന്ന മണ്ണിൽ ഞാൻ പോകും, എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇതൊന്നും കൂടെ സൂക്ഷ്മമായി ഞാൻ പഠിക്കും, എന്നിട്ട് ഞാൻ ആരാഞ്ഞെഴുതും. പിടികിട്ടിയോ? എനിക്ക് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ലൂക്കോസ് അച്ചായന് ഈ ശ്രീമാനായ തെയോഫിലോസിന്റെ വീട്ടിൽ നിന്ന് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പുള്ളി അവിടുന്ന് കെട്ടും കിടയും എടുത്തുകൊണ്ട് യാത്ര എവിടേക്ക്? പാലസ്തീന്റെ മണ്ണിലേക്ക്. ആ മണ്ണിൽ വന്ന് യേശു ജനിച്ചു എന്നും ജീവിച്ചു എന്നും അത്ഭുതങ്ങൾ ചെയ്തു എന്നും പറഞ്ഞ സ്ഥലത്ത് വന്ന് തന്റെ പഠനം ആരംഭിച്ചു. അവിടുന്ന് താൻ രചിച്ച മനോഹരമായ പുസ്തകമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം. ഇനിയേ അതിന്റെ ആ പ്രാരംഭ വാചകത്തിന്റെ ഒരു 1-2 വാചകങ്ങൾ ഒരു ഹെഡ്ലൈൻ പോലെ നിങ്ങളുടെ മനസ്സിലൊന്ന് പതിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സന്തോഷമാണല്ലോ അല്ലേ? അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. നിങ്ങൾ കേട്ടോളെ. ശ്രീമാനായ തെയോഫിലോസേ, ആദി മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ
നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് പലരും ഈ ചരിത്രം ചമയ്ക്കാൻ ഒന്ന് എഴുതാൻ തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് തന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി കേട്ടോണെ. ക്രമമായി എഴുതണം, ആദ്യം മുതൽ എഴുതണം, അത് സൂക്ഷ്മമായി എഴുതണം. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സുവിശേഷത്തില് വളരെ കൃത്യതയുണ്ടെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. എന്താ അതിന്റെ കൃത്യത? ഞാനൊരു തെളിവ് പറയാം. പത്രോസ് ഒരു പടയാളിയുടെ കാത് വെട്ടി ഗദസമനയിൽ വെച്ച് വാളെടുത്ത് വെട്ടി. മറ്റു സുവിശേഷകന്മാരെല്ലാം കാത് പത്രോസ് വെട്ടിയെന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ ലൂക്കോസ് വ്യക്തമായും ക്രമമായും സൂക്ഷ്മമായി എഴുതിയപ്പോൾ പുള്ളി എഴുതി വെച്ചു ആ പടയാളിയുടെ വലത്തെ കാത്. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത കൂടി കിട്ടിയോ? സൂക്ഷ്മമായി ക്രമമായി ആദ്യം മുതൽ കേട്ടത് കൃത്യമായിട്ട് എഴുതിയിരിക്കും. അതുകൊണ്ട് സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. എനിക്കത് തോന്നിയിരിക്കുന്നു. കൃത്യമാണ് ഈ പറഞ്ഞതെല്ലാം. എവിടെ? പൗലോസ് ലീഹ അങ്ങ് ഈ ശ്രീമാൻ തെയോഫിലോസിന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞതെല്ലാം വളരെ കറക്റ്റാണ്. അത് ഞാൻ അനുഭവിച്ചു, ഞാൻ ഇവിടെ വന്ന് കണ്ടു. അതാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം. സന്തോഷമായല്ലോ അല്ലെ? എന്നാൽ ഇതേ വ്യക്തി തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന പേരിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ പുസ്തകത്തിന്റെയും രചയിതാവ്. ചരിത്രപ്രകാരം പ്രതി രണ്ട് പുസ്തകം ഒന്നായിരുന്നു എന്നാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല. പക്ഷെ ഈ പുസ്തകം തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളൊരു വേര് ഇതിനകത്ത് മറന്നുപോയി കാണും. ലൂക്കോസിൽ പറഞ്ഞത് ശ്രീമാനായ തെയോഫിലോസ് എന്നാണ്. മനസ്സിലായില്ല? പക്ഷെ ഈ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നപ്പോൾ ശ്രീമാനൊക്കെ എന്നെ വിട്ടു. നിങ്ങൾ കേൾക്കുന്നില്ല? പുള്ളിയെ വിളിക്കുകയാണ് തെയോഫിലോസേ. നമ്മുടെ ഇടയിലൊക്കെ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന സുവിശേഷകന്മാരെ ശുശ്രൂഷയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഫുൾ നെയിം, അവരുടെ ഡിഗ്രി മൊത്തം പറഞ്ഞില്ലേ അവർ എഴുതേക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? റവറന്റ്, മോസ്റ്റ് റവറന്റ് എന്നൊക്കെ പറയണം. എന്നാലേ പുള്ളിക്ക് ഒരു പ്രസംഗിക്കാനൊരു ആക്കം. കുഞ്ഞച്ചാ, നീ നിന്റെ പാട്ടിന് വേറെ വല്ലതും പണിക്ക് പോകും. യേശുവിനെ അറിഞ്ഞാൽ നാം എല്ലാം ശിശുക്കളെ പോലെ. വലിയ ഭാവമൊന്നും ഒന്നുമില്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ എനിക്ക് എന്നെ പറ്റിയല്ലേ? ഇവിടെ തന്നെ കസേരയിട്ട് ഇവിടെ ഇരുന്നെങ്കിൽ മാത്രമേ എനിക്ക് പ്രസംഗമാവൂ. ഞാൻ പറഞ്ഞത് പിടികിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ശ്രീമാനായ തെയോഫിലോസ് എന്ന പ്രയോഗം നടത്തുമ്പോൾ ശ്രീമാനായ തെയോഫിലോസ് അത്ര അങ്ങോട്ട് വിശ്വാസത്തിൽ ഉറച്ചിട്ടില്ല. പക്ഷെ ഈ സത്യങ്ങളെല്ലാം സുവിശേഷം പുള്ളിയെ എഴുതി അറിയിച്ചപ്പോൾ പുള്ളി വിശ്വസിച്ചു. അപ്പോൾ എഴുതിയ 2-ാമത്തെ പുസ്തകത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ശ്രീമാൻ എടുത്ത് ദൂരെ കടന്നിട്ട് പറഞ്ഞു, തെയോഫിലോസ് അച്ഛാ പിടികിട്ടിയോ? ഡയറക്റ്റ് കാര്യമൊക്കെ പറയുക. അതാണ് ഈ പുസ്തകത്തിന്റെ തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ മനുഷ്യൻ പറയുന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രമാണിത്. എന്താ ചരിത്രം? ചരിത്രത്തിന്റെ പ്രത്യേകത പറയാം. കാലഘട്ടങ്ങൾ കൊണ്ട് മായ്ച്ചു കളയാൻ പറ്റാത്ത, തൂത്ത് കളയാൻ പറ്റാത്ത, തുടച്ചു കളയാൻ പറ്റാത്ത കരുത്തുറ്റ കാര്യം പാണികൊണ്ട് കരിങ്കൽ പാറകളിൽ എഴുതിയതുപോലെ മനുഷ്യ ഹൃദയങ്ങളിലും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലും പതിഞ്ഞിരിക്കുന്ന സത്യമാണ്. അതൊരിക്കലും മായ്ക്കാൻ പറ്റില്ല. ഇന്ന് പലരിലും നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാം. 2018 എന്ന് പറയുന്നതും 2019 എന്ന് പറയുന്നതും മലയാളിയെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവില്ല. കാരണം 18 ഒരു വെള്ളപ്പൊക്കമാണെങ്കിൽ 19 കോവിഡിന്റെ തരംഗങ്ങൾ ആഞ്ഞടിച്ചു, 20 ആഞ്ഞടിച്ചു. പക്ഷെ ഇവിടെങ്ങും ഭിത്തിയിൽ അത് കണ്ടിട്ടില്ല, ഇവിടെങ്ങും പോസ്റ്റർ കണ്ടില്ല. പക്ഷെ ഇപ്പോഴും നമുക്കറിയാം ആ വർഷം മറക്കാനാവില്ല. അത് ചരിത്രമാണ്. നിരവധി കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വർഷമായിരുന്നു. നിരവധി മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. ചില സഹോദരിമാർക്ക് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടതാണ്. ഇത് ചരിത്രമാണ്.
Praise the Lord. ഇതോടെ പാസ്റ്റർ പോയോ? ഇവിടെ അടുത്താണോ വീട്? താഴോട്ടിരുന്ന കാറ്റ് കിട്ടും. താഴോട്ടിരുന്നാൽ ഇതിന്റെ പക്ഷെ ഹൗളിംഗ് ചെയ്യുന്നൊരു ഡൗട്ട്. ഞാനതാണ് ഫ്രണ്ടിലോട്ട് ഇറങ്ങി ഹൗളിംഗ് ഉണ്ടാവും. ഇല്ല, നിർത്തോക്കണം. കാറ്റ് കിട്ടുമല്ലേ അന്ന്. ഓക്കെ ഓക്കെയാണ്. ഫാസ്റ്റ് അങ്ങനെ നിന്നാണ്. ഇത് തിരിക്കല്ല, കറങ്ങുന്നുണ്ട്. ഓക്കെ, അവിടെ ഇങ്ങോട്ട് നീങ്ങി കൊടുത്താൽ ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോണേ, ചരിത്രമാണിത്. ചുമ്മാ ഏതെങ്കിലും ഒരു കെട്ടുകഥയല്ല. അവിടെ ചെന്നിട്ട് കുറെ അമ്മച്ചിമാരെ കണ്ടുപിടിച്ചിട്ട് അമ്മച്ചി ഒരു കഥ പറയാമോ, കഥയെല്ലാം എഴുതി. ഈ കഥയല്ല ഇത്, ബൈബിൾ നമുക്ക് നൽകിയ ചരിത്രങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ ചരിത്ര പുസ്തകം നമ്മുടെ വീട്ടിനകത്ത് എത്തിയതേ എന്റെ സ്നേഹിതന്റെ ഭാഷയനുസരിച്ചാണെങ്കിൽ കാലത്തിലൊരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത കാതലായ പ്രമേയമാണ് വിശുദ്ധ ബൈബിൾ. ചരിത്രത്തിന്റെ ചങ്കാണ് വിശുദ്ധ ബൈബിൾ. ആ വിശുദ്ധ ബൈബിൾ മുറുകെ പിടിക്കാൻ, അതിനെ അനുധാവനം ചെയ്യാൻ, ജീവിതത്തിൽ ഭാഗ്യം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. തിരുവെഴുത്തുകളുടെ പൊരുളുകൾ ഇനി നമുക്കിനി വേഗത്തിൽ വിവരിക്കണം, സമയം മുമ്പോട്ട് പോകുന്നു. ഓക്കെ, അതുകൊണ്ട് തിരുവെഴുത്തുകൾ എല്ലാവരും ശ്രദ്ധിച്ചേ പോകാവുള്ളൂ. ഇടയ്ക്ക് വന്നവരോട് പറയാൻ, ഞങ്ങൾ എടുത്ത വാക്യം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. വാക്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. അപ്പോസ്തലപ്രവൃത്തി 2:1 വായിച്ചാൽ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. എത്രയോ തവണ നമ്മൾ കേട്ടതല്ലേ? ഒരുപക്ഷെ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ തന്നെ നിരവധി അഭിഷക്തന്മാർ ഇതിന്റെ ഉദ്ധരണികൾ എവിടെ നിന്നെങ്കിലും ഒക്കെ അടർത്തിയെടുത്ത് വിസ്തരിച്ചു കാണും. പക്ഷെ ഇവിടെ ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ കേൾക്കാത്ത ചില മേഖലകളിൽ കൂടെ ഒരുമിച്ച് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാനാണ് എന്റെ പരിശ്രമം. പ്രാർത്ഥനയോടെ തിരുവെഴുത്തുകൾ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടുകൊള്ളണം. ഓക്കെ, അപ്പോൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോസ്തലപ്രവൃത്തിയിൽ ഇവിടെ ഒരു കാര്യം പറയുകയാണ്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. എന്താണ് സത്യത്തിൽ പെന്തക്കോസ്ത് നാൾ? 7 പെരുന്നാളുകൾ യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിരുന്നു. 7 പെരുന്നാളുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 7 പെരുന്നാളുകളും യഹൂദന്മാർക്ക് കൊടുക്കുമ്പോൾ ആ യഹൂദന്മാർ മിസ്രൈമിൽ 400 കൊല്ലം കടന്നു. 400 കൊല്ലം അടിയും ഇടിയും ഉപദ്രവവും നിന്ദയും അപമാനങ്ങളും ഒക്കെയാണ്. പക്ഷെ അടിയും ഇടിയും ഉപദ്രവവും ഒക്കെ ഏറ്റ ഈ ജനതയോട് പറഞ്ഞു, നിനക്കൊരു വിമോചനം നൽകുമ്പോൾ നിന്റെ ജീവിതയാത്രയിൽ മറക്കാനാവാത്ത 7 പെരുന്നാളുകൾ ഞാൻ നിനക്ക് തരും. ഒന്നും കൂടെ പറഞ്ഞാൽ 7 ഉത്സവങ്ങൾ തരും. 400 കൊല്ലം മിസ്രൈമിന്റെ മണ്ണിൽ നീ താമസിച്ചപ്പോൾ മിസ്രൈമിലുള്ളവർക്ക് നിരവധി ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നിന്നെ കൂട്ടിയിട്ടില്ല, അഥവാ നിനക്ക് കൂടാനും പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ ജനത്തിന് ഞാൻ തരുന്ന ഉത്സവങ്ങളുണ്ട്, ഞാൻ തരുന്ന പെരുന്നാളുകളുണ്ട്, ഞാൻ തരുന്ന ദിവസങ്ങൾ നീ എന്റെ മുൻപിൽ സന്തോഷിക്കണം. എത്ര പേർക്ക് ബോധ്യം വരുന്നുണ്ട്? അങ്ങനാണെങ്കിൽ ദൈവസഭ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന 21 ദിനരാത്രങ്ങൾ നമുക്ക് വേറിട്ട് തന്നതാണ്, നമുക്ക് വ്യത്യസ്തമായി തന്നതാണ്. നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കാം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് ദൈവം അനുവദിച്ച 21 ദിനരാത്രങ്ങളാണ്. അതിന് മഹത്വം അർപ്പിക്കുന്ന ദൈവജനത്തിനായി സ്വന്തം നമുക്കത് വീട് കിട്ടിയ നല്ല സൗഭാഗ്യമാണ്. അത് ദൈവത്തിൽ പ്രയോജനപ്പെടുത്തുക. ചിലര് ഈ പ്രാർത്ഥനാ ദിവസങ്ങളെ വല്ലാതെയാണ് കാണുന്നത്. അവർ പറയുന്നത് പാസ്റ്ററിന് വേറെ പണിയൊന്നുമില്ല, സഭയിലുള്ള ആളുകൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളെ അവോയ്ഡ് ചെയ്യുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. വന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അപമാനിക്കരുത്. വീട് കിട്ടിയ അവസരമാണ്. അടിമച്ചങ്ങലകൾ കൊണ്ട് കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരായി അടിമച്ചന്തയിൽ നിന്നും നിന്നെ വീണ്ടും ഒരു ശ്മശാനത്തേക്ക് ചുമന്നു കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ട നിന്നെ അവിടുന്ന് കൈകൾ സ്വതന്ത്രമാക്കി, നിന്റെ കാലുകൾ സ്വതന്ത്രമാക്കി, നിന്റെ കഴുത്തിൽ വെച്ചിരിക്കുന്ന മുഖം അഴിച്ചു മാറ്റി നിനക്ക് വിമോചനം നൽകുമ്പോ അതിനിടയ്ക്കിടയ്ക്ക് ദൈവസഭ വിളിച്ചു കൂട്ടുന്ന കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ ഒരുമിച്ച് കൂടുന്ന നിനക്ക് അപമാനകരമല്ല, ഇത് നിനക്ക് ആനന്ദകരമാണെന്ന് വിശ്വസിക്കുന്നവർ പറ. ഈ പകരം ഈ ലോകത്തിൽ വന്ന നല്ല ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നല്ല സുദിനമാണ്. അതിന് സ്വർഗ്ഗം എന്നെ കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുന്നവർ അഭിമാനത്തോടെ പറയട്ടെ, ഇതെനിക്കൊരു അനുഗ്രഹമാണ്. അപ്പൊ 7 പെരുന്നാൾ
പെരുന്നാളുകൾ കൊടുത്ത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദൻ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചിതറപ്പെട്ടു പോയവരാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചിതറപ്പെട്ടു പോയെങ്കിലും യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലെ പെരുന്നാളുകൾ, 7 പെരുന്നാളുകൾ, അതിപ്രധാനമായ 3 പെരുന്നാളുകൾ ഇവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇവർ ലോകത്തിന് എവിടെ പോയാലും ഈ 3 പെരുന്നാൾ കൂടാൻ യെരൂശലേമിൽ വരും. എന്തിനാണ് അങ്ങനെ വരുന്ന പറയാം, അവരുടെ സിറ്റിസൺ നിലനിർത്താൻ. എന്തിന്? അവരുടെ പൗരത്വം നിലനിർത്താൻ. പിടികിട്ടിയോ? അവരുടെ പൗരത്വം നിലനിർത്തണം. അതിന് 3 പ്രാവശ്യം ആണ്ടിൽ ഈ യഹൂദൻ വന്നു എന്നവിടെ സെൻസസ് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്. അവന്റെ പൗരത്വമേ നിലനിൽക്കത്തുള്ളൂ. ആ പൗരത്വം നിലനിർത്താൻ വേണ്ടി യഹൂദന്മാർ വരും. അങ്ങനെ 3 പെരുന്നാളുകളിൽ ഒരു പെരുന്നാളിന്റെ പേരാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ഇതിന് 2 വശങ്ങളുണ്ട്, അതുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. ഒന്ന്, ഈ പെന്തക്കോസ്ത് പെരുന്നാളിന് കാരണം സീനായിയുടെ നെറുകയിൽ സർവശക്തിയുള്ള ദൈവം ഇറങ്ങി വന്ന 2 കൽപ്പനകളിൽ ദൈവം തന്റെ പ്രമാണം 10 കൽപ്പനകൾ എഴുതി മോശയുടെ കയ്യിൽ പരമേൽപ്പിച്ച ദിവസമാണ് ദിവസം. മറക്കരുത്. അങ്ങനെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വരുന്ന ഇടത്ത് എന്തുണ്ടെന്ന് പറയണം? വചനമുണ്ടെന്ന് പറയണം. വിശ്വസിക്കുന്നില്ല നിങ്ങൾ? ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, പെന്തക്കോസ്ത് നാളിൽ അന്ന് അവരുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്നപ്പം ദൈവത്തിന്റെ കയ്യിൽ വചനമുണ്ടായിരുന്നെന്ന്. ഈ പെന്തക്കോസ്ത് നാളിൽ, ഏതാ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന പെന്തക്കോസ്ത് നാളിൽ അവിടെ ഇറങ്ങി വന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒന്നും കൂടെ ഞാൻ ആവേശത്തോടെ ദൈവവചനം ഉറപ്പിച്ചു പറയാം. ഈ പകരം നീ കൂടി വരുന്നത് ദൈവാലോചന പ്രകാരമെങ്കിൽ അവിടെ ഇറങ്ങി വരുമ്പോൾ വചനമുണ്ട്, അവിടെ പരിശുദ്ധാത്മാവുമുണ്ട്. അത് വിശ്വസിക്കുന്നവർ പറയുന്നവർ അത് രണ്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് ഞങ്ങൾക്ക് കരുത്താണ്. ഞാനൊന്നും കൂടെ പറയാം, നമ്മുടെ യോഗത്തിന് രോഗം സൗഖ്യമായില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ കിടങ്ങും തോന്നും. നമ്മുടെ ഇടയിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റില്ലേലും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ യോഗങ്ങളിൽ വചനവും വേണം, പരിശുദ്ധാത്മാവും. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാനോ. ആദ്യ നൂറ്റാണ്ടിലെ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്നപോ ആത്മാവേ ശക്തി പകർന്നിടലേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമില്ല. കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ആവശ്യമില്ല. കർത്താവേ നീ അറിയുന്നു. ഓ കൃപകളും വരങ്ങളും ചൊരിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേണ്ടി. ഓ കൃപകളും വരങ്ങളും ചൊരിച്ചിടുവാൻ
അപ്പൊ ഇനി ശ്രദ്ധിച്ചേ, അവൻ പെന്തക്കോസ്ത് നാളെന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഒന്ന് വചനമിറങ്ങിയ ദിവസമാണ്, രണ്ട് പരിശുദ്ധാത്മാവ്. ഇസ്രായേലിനോട് ബന്ധത്തിൽ ഞാൻ പറയാം, പുറകോട്ടിറങ്ങി ഇവരുടെ വിളവുകളിൽ നിന്നും ആദ്യം കൊയ്യുന്ന കറ്റ യെരൂശലേമിലേക്ക് കൊണ്ടുവരുന്നത് പെന്തക്കോസ്ത് പെരുന്നാളിലാണ്. ആദ്യ ഫലക്കറ്റ ആദ്യം കൊയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറയാം, ഈ പെന്തക്കോസ്ത് നാളിൽ ഒന്നിച്ചു കൂടിയപ്പോ ദൈവം ഒരു കൊയ്ത്ത് നടത്തി. ആദ്യത്തെ കൊയ്ത്ത് 3000 പേരെ കൊയ്ത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നിങ്ങൾ പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും ഒന്നിച്ചു കൂടി വരണം. ഞാനൊന്നും കൂടെ പറയാം, ഈ നാളിൽ നീ കൂടി വന്നാൽ നീ വെറുതെ മടങ്ങി പോയില്ല. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ദൈവം പറഞ്ഞിട്ടാണ് 20ാമത്തെ പകൽ നീ വന്നതെങ്കിൽ, ദൈവം പറഞ്ഞെടുത്താണ് വന്നതെങ്കിൽ, നീ ഇവിടുന്ന് വെറുതെ മടങ്ങിപ്പോയില്ല. ഇവിടുന്ന് മടങ്ങുന്നത് ദൈവം നമ്മളോട് പറഞ്ഞെടുത്ത് ദൈവം നമുക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കാം. ഇന്ന് മകൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ആ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറഞ്ഞ ഞാൻ ഇവിടുന്ന് വെറുതെ മടങ്ങില്ല, ഇവിടുന്ന് ഞാൻ ചിലത് പ്രാപിക്കാം. അത് പ്രാപിക്കാനാ ഞാൻ ഇവിടെ വന്നത്. അത് വിശ്വസിക്കുന്നവരെ ചെറുത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. കരങ്ങളെ ചെറുത്തി ശബ്ദമുയർത്തി ശബ്ദമുയർത്തി ഈ ഫലവാൻ വിഷയങ്ങളാ ബോധ്യത്തോടെ വന്നവർ മാത്രം ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി കേൾക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ആ ദിവസത്തെ കുറിച്ച് പിടികിട്ടി. പെന്തക്കോസ്ത് നാളെന്ന് പറഞ്ഞപ്പോ ഓക്കെ, അത്രയും പിടികിട്ടിയല്ലോ. ഇനി പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഈ എല്ലാവരും എന്നൊരു പ്രയോഗം ഉണ്ടല്ലേ. ഈ എല്ലാവരും എന്ന പ്രയോഗം എല്ലാവരെയും ഉദ്ദേശിച്ചല്ല. ഒന്നുകൂടെ പറയാം, ഈ എല്ലാവരും എന്ന പ്രയോഗത്തിനകത്ത് ഈ എല്ലാവരും ഉദ്ദേശിച്ചല്ല ഈ എല്ലാവരും എന്ന് പറഞ്ഞത്. അപ്പൊ അതെന്താ അങ്ങനെ പറഞ്ഞേ? അതിനൊരു യാഥാർത്ഥ്യമുണ്ട്. ഒന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ താൻ പോയ ഇടങ്ങളൊക്കെ എവിടെ ആകണം, എന്താകണം എന്നൊക്കെ ദൈവം മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ ചില ആളുകളുണ്ട്, എന്നോട് ആത്മാവ് പറഞ്ഞെന്നും പറഞ്ഞ് പോകുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടിട്ടില്ലേ? പരിശുദ്ധാത്മാവ് പഞ്ചായത്തിൽ പോലും വന്നിട്ടില്ലെങ്കിലും ഇവർ കുറ്റം ആരുടെ മേൽ വയ്ക്കും? നമുക്ക് തോന്നിയിട്ടാന്ന് പറഞ്ഞാൽ ദൈവം പിന്നെയും ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയല്ലേ. മനസ്സിലാകുന്നവർ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. എന്തായാലും ഞാൻ ഈ വചനം കൊണ്ട് വചനത്തെ വ്യാഖ്യാനിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, സന്തോഷമാണല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് വചനം കൊണ്ട് വചനത്തെ തെളിയിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണയൊക്കെ മാറും. യേശു തന്റെ മിനിസ്ട്രി ചെയ്ത സ്ഥലങ്ങൾ എവിടെയാകണമെന്ന് കൃത്യമായി പ്രവചിച്ച പ്രവചന പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, യേശു റൂട്ട് മാറി അതുവഴി വന്നപ്പോൾ ഞാൻ ഇവിടെ കയറിയത് അച്ചായ എന്ന് പറയേണ്ട ഗതികേട് യേശുവിന് ഇല്ല. ഈ ചില ആളുകളുണ്ട് പിരിവിന് വേണ്ടി പലയിടത്തും പൈസ കിട്ടാൻ സാധ്യതയുള്ള വീടുകളിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവിടുത്തെ ഉപദേശി കയറി വന്നു. ഉടനെ ചോദിച്ചപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു ഇവിടെ നിർത്തിയെന്ന് പ്രാർത്ഥിക്കണമെന്ന്. മനസ്സിലായില്ല. ഈ പരിപാടി യേശുവിനില്ല. യേശു പോയതല്ല, കൃത്യം പിതാവായ ദൈവം പറഞ്ഞെടുത്തുകൂടെ മാത്രം. ഇനി പിതാവ് പറഞ്ഞ റൂട്ടുമാണ് കേൾക്കണ്ടേ? വായിച്ചേ, യെശയ്യാപ്രവചന പുസ്തകം 9-ാം അധ്യായം 1-2-3 വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിക്കണം. വെറുതെ വായിച്ചു വിട്ടിട്ട് കാര്യമില്ല, നമുക്ക് മനസ്സിലാക്കി മുൻപോട്ട് പോകണേ. യെശയ്യാപ്രവചന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1-2-3 വാക്യങ്ങൾ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ പ്രയോഗം തെറ്റാണ്. ഇരുട്ടെന്നാ ഒറിജിനല്. കഷ്ടതയിൽ ഇരുന്ന ജനത്തിന് ഇരുട്ട്, തിമിരമല്ല. തിമിരം കണ്ണിന് ബാധിക്കുന്നതാണ്. മലയാളത്തിലേക്ക് എഴുതിയപ്പോൾ
പറ്റിയൊരു പ്രശ്നമാണ്. ഓക്കെ, അത് നമുക്കങ്ങ് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ഇരുട്ട് നിൽക്കുകയല്ല. പണ്ട് അവൻ ഞാൻ പറഞ്ഞതെങ്കിലും പിടിയിട്ടില്ലെന്ന്. കഷ്ടതയിലിരുന്ന ജനത്തിന് ഇരുട്ട് അധികം നേരം അതെന്നാന്ന് പിടികിട്ടുന്നില്ല അല്ലേ? മനസ്സിലായില്ല? നമ്മൾ പറയുന്നത് ഈ ഇരുട്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ കഷ്ടതയ്ക്ക് കാരണമാണ്. പക്ഷെ ഇവിടെ ബൈബിൾ പറയുന്നത് കഷ്ടതയിൽ ഇരുന്ന ജനത്തിന് ഇരുട്ടധികം. ഇവിടെ തിമിരം മാറ്റിയിട്ട് ഇരുട്ടെന്നാക്കിക്കേ. ഇരുട്ട് നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞേ? അയ്യോ, ഇവിടെ കഷ്ടത അനുഭവിക്കുന്നവരുണ്ടോ? ഉണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാം. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മൾ ദൈവത്തോട് അടുത്തില്ലേ? ദൈവത്തോടടുത്തപ്പോൾ ദൈവം നമ്മളോട് അടുത്തില്ലേ? അപ്പൊ ഇരുട്ടിന് പിന്നെ അവിടെ സാധനം ഉണ്ടോ? ആരാധിക്കുകയെന്ന് പറഞ്ഞു പിടികിട്ടുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ കഷ്ടതയാണ് നിന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചേ. എനിക്കിഷ്ടം പോലെ പൈസയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം ഉപവസിച്ചേക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് സന്തോഷമാണ്, എൻ്റെ മക്കളും കൊച്ചുമക്കളും ഞാൻ മരുമക്കളുമായിട്ട് അങ്ങ് സന്തോഷിക്കുക. അന്ന് നമുക്കൊരു 3 ദിവസം വീട്ടിൽ പ്രാർത്ഥന വെച്ചേക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞവരെല്ലാം പറഞ്ഞത് അസേ നിൽക്കാൻ വയ്യ. ജീവിതത്തിൽ പ്രശ്നത്തോട് പ്രശ്നമാണ്. കഷ്ടത കൂടുതലനുസരിച്ച് നമ്മൾ ആരോട് അടുക്കും? ആരാ പറഞ്ഞ ദൈവത്തോട് അടുക്കും? ദൈവം വെളിച്ചമല്ലേ? വെളിച്ചമുള്ളടത്ത് ഇരുട്ട് നിൽക്കുകയാണെന്നാണോ? നിൽക്കുന്നില്ല, ഞാൻ മുൻപോട്ട് പോവാം. വേദി വായിച്ചു നോക്കി. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തി. ഞങ്ങളുടെ മണ്ഡലകാലത്തിന് നിരത്തിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയും. നമ്മുടെ ഉപദേശിമാരും പ്രസംഗിക്കും പറയത്തില്ലേ, ആത്മീയ മണ്ഡലം എന്ന് പറയത്തില്ലേ? അപ്പോൾ ഞങ്ങളുടെ ഒരു അധ്യാപകൻ പറഞ്ഞത് ഈ രാഷ്ട്രീയത്തിൽ നടന്നവരെല്ലാം പെന്തക്കോസിൽ വന്നുകൊണ്ട് പെന്തക്കോസിനകത്ത് ഇഷ്ടംപോലെ മണ്ഡലങ്ങൾ ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ മണ്ഡലം എന്നുള്ളത് നമുക്കൊന്ന് പൊരുൾ തിരിക്കണം. അല്ല ചുമ്മാതെ മണ്ഡലമാന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്നവർ കരം കൊടുത്തിട്ട് പറയാം ഇന്ന് നിന്നെ മണ്ഡലമാക്കും. എന്നാ മണ്ഡലമാണെന്നാണ് ഈ പറയുന്നത്? ഒന്നും പിടികിട്ടിട്ടല്ല. അപ്പൊ അതുകൊണ്ട് മണ്ഡലം എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് വേണം 2 സ്തോത്രം അറിയാതെ പറയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തിരുവെഴുത്തുകളിലേക്ക് പ്രവേശിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 4, 14, 15 വാക്യങ്ങൾ. കേട്ടോളേ, സെബൂലൂൻ ദേശവും ആ പറഞ്ഞ യെശയ്യാവിൽ പറഞ്ഞ സ്ഥലമല്ലേ? സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കറക്റ്റാ സ്ഥലം വന്നു. ഇനി കടൽക്കര യോർദാൻ അക്കരെയുള്ള നാട് ജാതിയുടെ ഗലീലയും മണ്ഡലം തെളിയിച്ചു. പറഞ്ഞേ, ആ മണ്ഡലം എന്നാ? ഗലീല. അയ്യോ, നിങ്ങൾ ഇപ്പോഴും എന്നെ ശ്രദ്ധിച്ചില്ല. വചനത്തിന്റെ പൊരുൾ തിരിഞ്ഞോ? യെശയ്യാവ് പറഞ്ഞു ജാതികളുടെ മണ്ഡലം. എന്നാ യെശയ്യാവേ, അങ്ങ് ഗലീലയിൽ നിന്ന് എഴുതാനേ ആ കാലഘട്ടത്തിൽ ഗലീലയെ അറയ്ക്കപ്പെട്ടവരായി വെറുക്കപ്പെട്ടവരായി കാണുന്ന സമയം കേൾക്കുന്നുണ്ടോ? അവിടെ മീൻപിടുത്തക്കാരാണുള്ളത്, തോൾക്കൊല്ലന്മാരാണുള്ളത്, അംഗഹീനരാണുള്ളത്, ചുങ്കം പിരിവുകാരാണുള്ളത്. ഇങ്ങനെയുള്ള ആളുകളെ യഹൂദർ ഇഷ്ടമല്ല. അവരെല്ലാം കൂടെ പാർക്കുന്ന സ്ഥലമാ ഗലീലയുടെ ചുറ്റുപാട്. അതുകൊണ്ട് യെശയ്യാവിന്റെ കാലത്ത് അത്രയും വെറുക്കപ്പെട്ടതായതുകൊണ്ട് ജാതികളുടെ മണ്ഡലം എഴുതി. പക്ഷെ മത്തായിച്ചൻ അത് പൊരുൾ തിരിച്ചപ്പോൾ കൃത്യമായിട്ട് എഴുതി തന്നു, അത് ഗലീലിയ. ആ വഴി ആര് വരുമെന്നാ പറഞ്ഞേ? ആ യേശു വരും. എന്തിനു വരും? മഹത്വം വെളിപ്പെടുത്താൻ. പിടികിട്ടിയില്ല. യേശു എന്തിനാ വരുന്നേ? മഹത്വം വെളിപ്പെടുത്താൻ. അപ്പം നിനക്ക് ഹീനത വരുത്തി എഴുതി വെച്ചല്ലോ. അതുകൊണ്ടാ തമ്പുരാൻ പറഞ്ഞ നിന്റെ ഹീനത എന്നും ഇരിക്കാൻ എന്റെ തമ്പുരാൻ അനുവദിക്കുകയാണ്. 20ാമത്തെ ഫലം നിന്റെ ഹീനത മാറണം. നിന്റെ ജീവിതത്തിൽ ഒരു മഹത്വം വരണമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ 20ാമത്തെ ഫലം പറ, എന്റെ തമ്പുരാൻ ഇവിടെ വന്നിരിക്കുന്നത് ഹീനതയിൽ മുൻപോട്ട് പോകാനല്ല, തകർന്നതിന്റെ ജീവിതമായി പോകാനല്ല. എന്റെ ജീവിതത്തിൽ ഇതുവരെ കാലത്ത് ചില മഹത്വം വെളിപ്പെടുത്താൻ എന്റെ തമ്പുരാൻ ഇവിടെ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഈ തകർന്ന ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. അധികാരമുള്ള നാമത്തിൽ ചിലരുടെ ഹീനതകൾ മാറട്ടെ.
ഈ 21 ദിനരാത്രങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥനയും ഉപവാസവും അവസാനിക്കുമ്പോൾ ചിലരുടെ ഹീനത മാറട്ടെ, കുടുംബങ്ങളുടെ ഹീനതകൾ മാറട്ടെ, തലമുറകളുടെ ഹീനതകൾ മാറട്ടെ. ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഹീനത വരുത്തിയ, തകർച്ചകൾ വരുത്തിയ സകല ഏത് പാടുകളും അതിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. 20ാമത്തെ പകൽ ഒരു കൊടുങ്കാറ്റടിച്ച് പുകക്ഷിതവുന്നതുപോലെ ഇന്ന് പകൽ ക്ഷീണവും മാറട്ടെ. വിശ്വസിക്കുന്നവർ അധരങ്ങളെ തുറന്ന് ആത്മനിമിഷങ്ങൾ ശബ്ദമുയർത്തി നിങ്ങളുടെ അധരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തിന് മഹത്വം. ദൈവപ്രസാദമുള്ളത് ദൈവത്തിന് മഹത്വമുള്ളത് ഇന്ന് പകൽ സ്വർഗം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പാടാം. വിപതികൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞു വരുന്ന റൂട്ട് പിടികിട്ടുന്നുണ്ടെന്ന് കരുതുന്നു. ഈ ദേശം ഹീനതയിലായി പോയ ദേശമാണ്. ഏത് ദേശം? സ്ഥലപ്പേര് മറക്കണ്ട. സെബുലൂൻ, നഫ്താലി, ജാതികളുടെ മണ്ഡലമായ ഗലീലിയ. ഇത്രയും സ്ഥലം ഹീനതയിൽ കിടക്കുകയാണ്. ഇനി നമുക്കറിയാമല്ലോ സെബുലൂൻ, നഫ്താലി, യാക്കോബിന്റെ 12 മക്കൾ രൂബേൻ, ശിമെയോൻ, യഹൂദ, സെബുലൂൻ, ഇസ്സഹാർ, ദാൻ, ഗാദ്, ആശേർ, നഫ്താലി, എഫ്രൈം, മനശ്ശ, ബെന്യാമീൻ. 12 മക്കൾ. അതിൽ 2 മക്കളുടെ പേരാണ് സെബുലൂൻ, നഫ്താലി. ഓക്കെ, അവരാണ് ഇപ്പൊ എങ്ങനായി തീർന്നത്? ഹീനതയിൽ, തകർച്ചയിൽ, ഏറ്റവും താഴ്ന്ന തട്ടിലേക്കായി പോയത്. കാരണം അവിടെ എഴുതിയിരിക്കുന്ന അവർക്ക് ഹീനത വരുത്തിയെന്ന്. പക്ഷെ ഹീനത വരുന്നതിന് മുമ്പ് ഇവരുടെ ഒരു ആത്മീയ വീര്യം ഉണ്ടായിരുന്നു. ഇത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്, എടുപ്പിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടട്ടെ. ഓക്കെ, വാക്യം ഇങ്ങനെയാണ്: സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇത്രയേ ഉള്ളൂ. സെബുലൂനും നഫ്താലിയും അവരുടെ ആയ കാലത്ത് ദൈവത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് നിന്നവരാണ്. പിടികിട്ടിയോ? പക്ഷെ അവർക്കിപ്പോ ഒരാകാത്ത കാലം വന്നു. അന്നേരം അവരെ തട്ടിക്കളയാൻ ശ്രമിച്ചപ്പം തമ്പുരാൻ പറഞ്ഞു, നോ, അവരുടെ പിതാക്കന്മാർ എനിക്ക് വേണ്ടി, അവരുടെ പിതാക്കന്മാർ എന്റെ നാമത്തിന് വേണ്ടി വീറും വാശിയോടും നിന്നവരാണ്. അതുകൊണ്ട് അവരുടെ സന്തതി ഇനിയും ഹീനതയിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കുകയല്ലെന്ന് ഇന്ന് പകലിൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തിന് പറയാമോ? ഞാൻ എന്റെ ആയ കാലം ദൈവത്തിന് കൊടുത്താൽ എനിക്കാകാത്ത ഒരു കാലം എന്റെ തലമുറയിൽ വരുമ്പോ എന്റെ തമ്പുരാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന്, എന്റെ തമ്പുരാൻ ആ വിഷയത്തിൽ ഏറ്റെടുക്കുമെന്ന് ഇന്ന് പകൽ ആരോടും പരിശുദ്ധൻ വ്യക്തമായി ഇടപെടാനുണ്ട്. അവരുടെ ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ട്. എന്നോട് ആത്മാവ് അങ്ങനെ തന്നെ ഇടപെടാൻ പറയുന്നു. ആ ദൂതൊരിക്കൽ കൂടെ പറയാൻ പറയുന്നു. മാതാവേ, നീ തകർന്നിരിക്കുമെങ്കിലും നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇടപെടാൻ, മഹത്വം വെളിപ്പെടുത്താൻ എന്റെ തമ്പുരാൻ ഇറങ്ങി വരും. സഭയെ വിശ്വസിക്കൂ. എന്റെ തമ്പുരാൻ ഇറങ്ങി വരും. നിന്റെ ഹീനതയെ എടുത്ത് ദൂരെ കളയാ, നിന്റെ ഹീനതയെ എടുത്ത് നുള്ളിക്കളയാ. എന്റെ യേശു വരും. നാളുകളായി ശാപം കേറി ശാപത്തിന്റെ മാറാലകൾ നിന്റെ വീട്ടിനകത്ത് ആടി ഉടയുന്നെങ്കിൽ ഇന്ന് പകൽ സ്വർഗം പറയുന്നു, ഇനി അധികം നാളുകൾ മുൻപോട്ട് അതിനെ വിടാൻ അനുവദിച്ചിട്ടില്ല. ഈ എന്റെ ടൈം വന്നിരിക്കുന്നു. ഈ എന്റെ റൈറ്റ് ടൈം. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് മഹത്വമാക്കിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകലിൽ ചിലർക്ക് കുടുംബങ്ങൾക്ക് ഒരു വിമോചനം നൽകാൻ
എന്റെ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലരുടെ വീട്ടിലേക്ക് ദൈവ സാന്നിധ്യം ഇന്ന് തന്നെ ഈ പ്രാർത്ഥനയുടെ 20ാമത്തെ പകൽ സ്വർഗമയക്കുന്നുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതൽ നിനക്ക് കാണാൻ 21ാമത്തെ പകൽ ആയുസ്സും ആരോഗ്യം നിനക്ക് നൽകുമെങ്കിൽ നിന്റെ വീട്ടിനകത്തൊരു മറുപടി കാണാൻ, നിന്റെ ജീവിതത്തിലൊരു മറുപടികൾ വെളിപ്പെടാൻ നാളുകളായി പ്രാർത്ഥിച്ച ആ മറുപടികൾ ഉണ്ടാകില്ലെന്ന് വിധികൽപ്പിച്ചതിനെ മറുപടിയിൽ ചേർത്ത് വിളിച്ചു. സംഭവ്യമാകട്ടെ. 20ാമത്തെ പകൽ ഒരു വിടുതലിന്റെ പകലായി മാറട്ടെ. 20ാമത്തെ പകൽ കഴിഞ്ഞ 19 ദിനരാത്രങ്ങൾ പോലെയല്ല. ചില ഹീനതകളെ പറിച്ചു മാറ്റാം, ചില ഹീനതകളെ എടുത്തു മാറ്റാം. തമ്പുരാന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു നിന്റെ ഹീനതയെ മാറ്റി മഹത്വം വരുത്തുമെന്നല്ല പറഞ്ഞേ, അല്ലേ? ഈ മഹത്വം വരുത്തുമെന്ന് യേശു പറഞ്ഞിട്ട് നിനക്ക് പിന്നെ കാറ് തന്നിട്ട് വല്ല കാര്യമുണ്ടോ? വചനം തന്നെ എഴുതിയിരിക്കുന്നേ, നിനക്ക് മഹത്വം. നിനക്ക് വീട് തന്നിട്ട് കാര്യമുണ്ടോ? മഹത്വം തരുമെന്നല്ലേ പറഞ്ഞേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, പഴയ നിയമം നമ്മൾ ഉടനീളം പഠിച്ച നമ്മുടെ പിതാവായ ദൈവം കർശന ബുദ്ധിക്കാരനാണ്. ആ ദൈവം പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്ക് വിട്ടുകൊടുക്കുകയില്ല. പക്ഷെ പ്രവചനം എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തുന്നു. ഇത് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മഹത്വം ആർക്കും കൊടുക്കില്ല ദൈവം, പക്ഷെ ദൈവം മഹത്വം ചിലർക്ക് വേണ്ടി വെളിപ്പെടുത്തും. അങ്ങനെങ്കിൽ അത്ര സ്പെഷ്യലാണ് നീ, അത്ര സ്പെഷ്യലാണ് നീ. മനസ്സിലായവർക്കായി മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നെങ്കിൽ നീ അത്ര സ്പെഷ്യലാണെന്ന് പറഞ്ഞേ, നീ അത്ര വേണ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞേ. ഈ പകലിൽ വിശ്വസിക്കുക, തിരുവനന്തപുരം ഗ്രഹിക്കുക, നിന്റെ മേലും മഹത്വം വെളിപ്പെടുത്താം എന്ന് തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. ഇനി കർത്താവ് ഭോഷ്കു പറയാൻ മനുഷ്യൻ അല്ല. അതുകൊണ്ട് നമ്മുടെ ദൈവം മഹത്വമാണ് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹത്വം തന്നെ. വാക്യത്തിൽ വേണ്ടേ? അതൊന്നും തെളിയിച്ചില്ലെങ്കിൽ മോശമാവും. അതുകൊണ്ട് ഞാനൊരു വാക്യത്തിൽ തരാം. നമ്മൾ സുപരിചിതമാണ്, പക്ഷെ നമ്മുടെ ഈ വചനത്തെ വചനമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കാത്തതും പ്രസംഗിക്കാത്തതും കൊണ്ടൊക്കെ നമ്മുടെ മനസ്സിൽ തെറ്റായ ഒരു ബൈബിള് പിശാച് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പിശാച് തെറ്റായിട്ടൊരു ബൈബിള് നമ്മുടെ മനസ്സിൽ, അത് നിങ്ങൾ വേണ്ടതില്ല, നമുക്കെന്നത് തെളിയിച്ചേക്കാം തെറ്റായിട്ടുണ്ടോ ഇല്ലയോ. നമ്മളെല്ലാവരും ഉച്ചരിക്കുന്നൊരു പ്രയോഗമാണ്, 2 or 3 പേരുടെ നാമത്തിൽ പറഞ്ഞേ. 2 or 3 പേരുടെ നാമത്തിൽ ബാക്കി നമ്മൾ പറയുന്നതല്ല, എവിടെ കൂടിയാലോ എന്നല്ലേ. അയ്യോ എൻ്റെ ഇല്ല, എവിടെ കൂടിയാലോ അല്ലേ നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പ്രാർത്ഥനയിൽ ഞാൻ കേട്ടായിരുന്നു ആ വാചകം, എവിടെയെങ്കിലും കൂടിയിട്ട് കാര്യമില്ല. ബൈബിള് പറഞ്ഞത് ഇങ്ങനെയാണ്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവർ മധ്യയിൽ. അപ്പൊ എന്തില്ല, എവിടെങ്കിലും കൂടാനായിട്ട് റൈറ്റ്. പിന്നെ കൂടുന്നത് എവിടെ ആയിരിക്കണം? കൂടാൻ പറഞ്ഞെടുത്തായിരിക്കണം. അതുകൊണ്ടാണ് കൂടി വരുന്നവർ മധ്യ എന്ന് പറയുന്നത്. നിങ്ങൾ എനിക്ക് സമ്മതിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നു. ഇനി ഒരു വാക്യം കൂടെ തെളിവ് തരട്ടെ. അത് പക്ഷേ അധികം നമ്മുടെ ഇടയിൽ അങ്ങനെ ആളുകൾ ഉപയോഗിക്കാത്തൊരു പ്രയോഗമാണ്. ഇരമ്യാ പ്രവചനത്തിലൊരു വാക്യമാണ്, നിങ്ങൾ എടുക്കട്ടെ, ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടേ. ആ വാക്യം ഇങ്ങനെയാണ്, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോളൂ എന്നാണ്. പക്ഷെ അത് പറയുന്നിടത്തും ആളുകൾ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുമ്പോഴൊക്കെ കുതിര പടയെന്ന് ചേർക്കും.
കുതിരപ്പടയോടുകൂടി. അപ്പൊ ഈ ബൈബിള് പറയാത്ത പലതും നമ്മൾ കൂട്ടി ചേർക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, അധികമായി വരുന്നതല്ല എവിടുന്ന് വരുന്നെന്നാണ്, ദുഷ്ടനിൽ നിന്ന് വരുന്നു. നമ്മൾ ദുഷ്ടന്റെ ഏജന്റ് ആകണ്ട. ഈ അധികം പറച്ചിലാണ് ഏതനിൽ സംഭവിച്ച അല്ലേ? അധികം പറഞ്ഞില്ലേ? കൈ നിട്ട് പറഞ്ഞില്ലേ? അത് അധികമായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തിരുവെഴുത്തുകൾ കൊണ്ട് തിരുവെഴുത്തിന്റെ ഓർജിനിൽ പൊരുൾ തിരിക്കണം. നമ്മുടെ ഇടയിൽ എന്താ സംഭവിക്കുന്നത് അറിയോ? ഞാൻ അതുകൊണ്ടൊക്കെ പറഞ്ഞേക്കാം. നാളെ എന്നെ വിളിക്കുന്നില്ലല്ലോ, ഞാൻ ഇതിലേക്ക് പോവാം. അപ്പൊ അതുകൊണ്ട് തിരുവെഴുത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം. നമ്മുടെ ഇടയിൽ ഒരു വാക്യം വായിച്ചിട്ട് എന്നോട് ആത്മാവ് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആ വാക്യം വായിച്ചിട്ട് 2-3 ചിന്ത പറയാം, ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? വാക്യം വായിച്ചിട്ട് ചിന്തയോ ആശയോ ആമാശയോ അല്ല പറയണ്ടേ. വാക്യം വായിച്ചിട്ട് വാക്യത്തെ വാക്യം കൊണ്ട് തെളിയിക്കണം. കിട്ടിയോ? അതിനാ വചന പ്രഭാഷണം എന്ന് പറയും. എന്റെ കയ്യിൽ ഒരു സാധനം ഞാൻ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് നിങ്ങളോട് ചോദിക്കുക, ഇതെന്താണ്? നിങ്ങൾ ഇരിക്കുന്ന അകലം ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യസ്തമായതുകൊണ്ട്, നിങ്ങളുടെ നോട്ടത്തിന് പരിമിതികൾ ഉള്ളത് കൊണ്ട് ആ കയ്യിലിരിക്കുന്ന വസ്തുവിനെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടാണ് തോന്നിയത്. കേൾക്കുന്നുണ്ടോ? എല്ലാം ഒരുപോലെ പറഞ്ഞെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തർ എഴുന്നേറ്റ് പറഞ്ഞു ഇന്നതാന്ന് പറഞ്ഞു, വ്യത്യസ്തമായി. ഇത് നിങ്ങളുടെ അഭിപ്രായം, ഇത് നിങ്ങളുടെ വ്യാഖ്യാനം. പക്ഷെ ബൈബിൾ വാക്യം എടുത്തിട്ട് അങ്ങനെ പറയാനുള്ളതല്ല, അവനവന് തോന്നിയ പോലെ പറയാനുള്ളത് അല്ല. കർത്താവ് അന്ന് അവിടെ എന്തു പറഞ്ഞുവോ അത് തന്നെ ഇന്നും പറയണം. എനിക്ക് തോന്നുന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. നിങ്ങൾ പിണങ്ങുമെന്ന് തോന്നുന്നു. കാരണം 19 ദിനരാത്രങ്ങൾ തകർത്ത് മിന്നി വന്ന പ്രാർത്ഥന 20ാമത്തെ പകൽ കൊണ്ടുവന്നു കത്തിയ തീയുടെ മുൻപിലേക്ക് കൊടുവും വെള്ളം ഒഴിച്ചതുപോലെ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും കൂടെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. മടങ്ങി വരാം. ഞാൻ പറഞ്ഞത് മഹത്വം എന്ന പ്രമേയമാണ്. അതൊന്ന് ബോധ്യപ്പെടുത്താം. കാരണം യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്നവൻ കടൽ വഴിയായിട്ട് വന്നിട്ട് അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തി. കർത്താവ് അങ്ങനെ വെളിപ്പെടുത്തിയോ എന്നാണ് അടുത്ത ചോദ്യം. വെളിപ്പെടുത്തി, കാരണം പറഞ്ഞ തമ്പുരാനായതുകൊണ്ട് വെളിപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യം ആദ്യം ഒന്ന് വായിക്കണം. കാരണം നമ്മൾ ഒത്തിരി കല്യാണം വീട്ടിൽ പോയതാണെങ്കിലും ആ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ആ പദം നല്ലതായിരിക്കും. ഒന്ന് വായിച്ചേ. ആ ഗലീലി എന്ന സ്ഥലം കേട്ടോ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ. അപ്പൊ ഗലീലയിൽ കാനാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കല്യാണം നടക്കും. ജാതികളുടെ മണ്ഡലമല്ലേ അത്? യെശയ്യാവ് പറഞ്ഞത് ജാതികളുടെ സ്ഥലം അല്ലേ? അവിടെ ഒരു കല്യാണം. അവിടെ ആര് വന്നു? നമ്മുടെ യേശു. നമുക്ക് ഒത്തിരി അറിയാവുന്ന കാര്യമാണ്. ഇനി യേശു വന്നിട്ടോ? യേശു വന്നിട്ട് ചെയ്തതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. 10-11 വാക്യം 2-ന്റെ. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചോലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി. 11ാമത്തെ വാക്യം ആട്ടിവര കിട്ടണം. നിങ്ങൾ അബദ്ധത്തിന് അല്ലേലിയും പ്രൈസറോടൊന്നും പറഞ്ഞു കൊടുക്കാനുള്ളവരല്ല. നമ്മൾ ദൈവത്തിന്റെ വിശേഷപ്പെട്ട ജനതയാണ്. അതുകൊണ്ട് ഉപദേശിമാർ എന്നാ പറഞ്ഞാലും തുള്ളിച്ചാടി അല്ലേലിയ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നതിന് അല്ലേലിയ പറഞ്ഞോണം. കാരണം ഇത് ഉപദേശിയുടേതല്ല, ദൈവത്തിൻ്റെതാണ്. ആ 11ാം വാക്യം കണ്ണിൽ നല്ലവണ്ണം തുറിച്ചു നോക്കി ആ മനസ്സിലേക്ക് ആ വാക്യം ഒന്ന് അഡോപ്റ്റ് ചെയ്തോണം. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. കാനാവിൽ വെച്ച് എന്ത് ചെയ്തു? തന്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്കപ്പുറം ജീവിച്ച പ്രവാചകൻ എഴുതി യേശു മഹത്വം വെളിപ്പെടുത്തുമെന്ന്. ആ മഹത്വം യേശു വെളിപ്പെടുത്തിയെന്ന്. അടയാളങ്ങളുടെ ആരംഭം കർത്താവ് ആദ്യം ചെയ്തത് തന്നിൽ ഏൽപ്പിക്കപ്പെട്ട മഹത്വമാ വെളിപ്പെടുത്തി. നിങ്ങൾക്ക് വചനം പിടികിട്ടിയിട്ടാണോ ഈ പറയുന്നത്? ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാനൊരു കവല പ്രഭാഷകനാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും കൊണ്ട് അല്ലേലിയ പറയിപ്പിക്കുന്ന ഒരാളല്ല.
നിങ്ങൾക്ക് പ്രേരണ ഉണ്ടെങ്കിൽ പറയണം. പിന്നെ എന്നോട് ജോയ് പാസ്റ്റർ പറഞ്ഞു അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് സ്വതന്ത്രം പറയുന്നതൊക്കെ, പറയിപ്പിക്കുന്നതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റ വാക്കിനങ്ങ് നിന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം നിങ്ങളും ദൈവം തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്വതന്ത്രത്തിന് അങ്ങോട്ട് എന്തെങ്കിലും പോക്കുള്ളൂ. കേൾക്കുന്നുണ്ടല്ലോ? അതുകൊണ്ട് വചനം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറഞ്ഞോണം. കാരണം കർത്താവ് തന്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മഹത്വം വെളിപ്പെടുത്തുമെന്ന്. ആകൊണ്ട് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി, ജാതികളുടെ മണ്ഡലത്തിൽ മഹത്വം വെളിപ്പെടുത്തി എന്ന് ഇന്ന് പകലിൽ തിരുവെഴുത്ത് കേൾക്കുന്നവരോട് പറയാം. നമുക്കും വേണ്ടത് കർത്താവിന്റെ മഹത്വമാണെന്ന് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? മഹത്വമാണ് നമുക്ക് വേണ്ടത്. കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തട്ടെ. 20ാമത്തെ പകലിലും ഹല്ലേലൂയ. ഈ മഹത്വം എന്ന വിഷയം നിങ്ങൾക്ക് അങ്ങോട്ട് അത്രയ്ക്കും ഹൃദയത്തിൽ അങ്ങോട്ട് പതിഞ്ഞു എന്നൊരു സംശയം എനിക്കില്ലാതെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മഹത്വത്തെ ഒന്ന് വർണ്ണിക്കട്ടെ. അതെ, അത് എങ്ങനെങ്കിലും തീർന്നിട്ട് ആശീർവാദം പറഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നപ്പോഴാണ് അല്ലേ. ഇനി ഇതും കൂടെ വർണ്ണിച്ച് സമയം പോകുമെന്നായിരിക്കും അല്ലേ. എനിക്കൊരു സമയം ദേവദാസനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സമയ പരിമിതികളിൽ ഞാൻ നിൽക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഈ മഹത്വം നിങ്ങളൊന്ന് തിരിച്ചറിയണം. എന്താണ് മഹത്വം? എല്ലാവരും ഒന്ന് നോക്കിക്കേ. യേശു മഹത്വം വെളിപ്പെടുത്താൻ കർത്താവ് ചെയ്തത് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടുത്തെ പ്രശ്നം നമുക്കറിയാം, വീഞ്ഞ് തീർന്നു പോയി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒത്തിരി കേട്ടിട്ടുള്ളതൊന്നും ഞാൻ അധികം ഒന്നും വിവരിക്കുന്നില്ല. പക്ഷെ അതിന് പകരം കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ കൽഭരണിക്കകത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. എന്ത് നിറയ്ക്കാൻ പറഞ്ഞു? വെള്ളം വെള്ളം വെള്ളം. എല്ലാവരും കേൾക്കണേ. ഇവിടെ കൂടുതൽ സഹോദരിമാരാണ്. ഞങ്ങൾ സഹോദരന്മാരുടെ പ്രതിപുരുഷന്മാരായി ചിലർ മാത്രമേ ഇവിടെ ഉള്ളൂ. സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളാരും വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടോ? വാടകയ്ക്ക് എല്ലാവരും ആൻറ്റിയുണ്ടോ? വേറെ ആരുമില്ല അല്ലേ? ഇനി വാടകയ്ക്ക് താമസിച്ചിട്ട് സ്വന്തമായിട്ടാണെങ്കിലും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടത് വെള്ളമല്ലേ? വെള്ളം. നിങ്ങൾ കിട്ടിയില്ല. ഞാനൊരു ബൈബിളിലെ കഥാപാത്രം പറയാം. അതാകുമ്പോൾ ഒന്നും കൂടെ ആരെയും തൊടാതെ അങ്ങ് പോകാറുണ്ട്. ഒരു പെൺകുട്ടിയില്ല, അക്സ. ഒത്തിരി പിള്ളേർക്ക് നമ്മൾ പേരിടാറുണ്ട്. പിന്നെ ഏത് അക്സയാണെന്ന് നമുക്കല്ലേ? കാലേവിന്റെ മകൾ അക്സ. അവൾ അപ്പൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞില്ലേ, അപ്പ എന്നെ തെക്കേ ദേശത്തേക്ക് അല്ലയോ അയച്ചിരിക്കുന്നത്. അവിടെ എന്തില്ല? ഉറവയില്ലെന്ന്, വെള്ളമില്ലാത്ത വരത്തേക്ക് വിട്ടെന്ന് പെൺകൊച്ചിനെ. പെണ്ണ് കാണാൻ പോകുമ്പോൾ നമ്മൾ വീട്ടുകാരോട് പറയുന്നത്, ഇവിടെ കിണറുണ്ടോ, പൈപ്പ് ലൈൻ ഉണ്ടോ, പഞ്ചായത്തിൻ്റെ ആണോ മുനിസിപ്പാലിറ്റിയുടെ ആണോ, വെള്ളം എൻ്റെ കൊച്ചിന് ഇഷ്ടം പോലെ ദൂരെ പോയി ചുമന്നുകൊണ്ട് വരുന്ന നേരത്തൊന്നും എൻ്റെ പെൺകൊച്ചിനെ കേൾക്കുന്നുണ്ടോ? എൻ്റെ ഭാര്യയുടെ അപ്പനും അമ്മയൊക്കെയാണ് അതുപോലെ പ്രാർത്ഥിച്ച് വെള്ളമുള്ള സ്ഥലത്തേക്ക് വിടണമെന്ന് പറഞ്ഞ് അവിടെ വെള്ളക്കുഴി തന്നെ വിട്ട്. കേൾക്കുന്നുണ്ടോ? എൻ്റെ വീട് ഒരു ദ്വീപിൻ്റെ നടുക്കാണ്. കേൾക്കുന്നുണ്ടോ? ബാലൻസ് ചെയ്ത് നടന്നില്ലേ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞ വെള്ളത്തിൽ പോകും. അങ്ങനെ ഒരു സ്ഥലം. അവിടെ അവിടെ വെള്ളം മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും. ഈ ചൂട് സമയമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുകയും ചെയ്യും. ഞാൻ ഈ പ്രസംഗമായതുകൊണ്ടാണ് അധികം വെള്ളം ഇപ്പം കുടിക്കാതിരിക്കുന്നത്. കഴിഞ്ഞിട്ട് ഞാൻ കുടിച്ചോളാം. പക്ഷെ നിങ്ങൾ ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്, നല്ല ചൂട് കൊണ്ട്. അപ്പം വെള്ളം നമുക്ക് സുപരിചിതമാണ്. ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഇപ്പം എന്നേക്കാൾ പ്രായം കൂടുതലുള്ളവർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ, നിങ്ങളുടെ അറിവിൽ ഞാൻ ഈ വെള്ളത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 100% ഉത്തരം പറയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഒന്ന്, വെള്ളത്തിൻ്റെ നിറം എന്താണ്? കുഴഞ്ഞു പോയല്ലേ? വെള്ളത്തിന് നിറമില്ലേ? പറയാനൊരു ബുദ്ധിമുട്ടല്ലേ? ഇനി ഉത്തരം പറയട്ടെ. നിറവുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റില്ല. രണ്ട്, വെള്ളത്തിന് ടേസ്റ്റ്. പച്ചവെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടതില്ലേ? ഉണ്ട്. പഞ്ചായത്ത് പൈപ്പിലെ വെള്ളം പോലാണോ? തുരുമ്പയോ ഫ്ലോറിനോ ഒക്കെ ആണോ? കിണറ്റിലെ നല്ല വെള്ളത്തിന് ടേസ്റ്റ് ഇല്ലേ?
പക്ഷെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞു പറയാൻ പറ്റുകയില്ല. അപ്പം നിറമുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഇനി മൂന്നാമത്തത് നിങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കണ്ട, കാരണം അധികം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. വെള്ളത്തിന് ഗന്ധമുണ്ടോ? അത് ഈ കിണർ കുഴിക്കുന്ന ആളുകളോട് ചോദിക്കണം. കുഴിച്ച് 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 ഓരോ അടി താഴോട്ട് ചെല്ലുമ്പോൾ അവർക്കറിയാം ഇത്ര അടി കുഴിച്ചാൽ എന്താ കാരണം, വെള്ളത്തിന്റെ ഗന്ധം അവർക്കറിയാം. ഇപ്പം വെള്ളത്തിന് എന്തുണ്ട്? ഗന്ധമുണ്ട്, പക്ഷെ പറയാൻ അപ്പം നിറമുണ്ട്, രുചിയുണ്ട്, ഗന്ധമുണ്ട്. എന്തിന്? നല്ല ഒന്നാം തരം വെള്ളത്തിന്. പക്ഷെ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് മറ്റൊരാളോട് പറയാൻ പറ്റിയില്ല. ഇനി അതിന് നമ്മളൊരു എളുപ്പ വഴി പറയുന്നത് എന്താണെന്നറിയോ? അവിടെ ചെന്നിട്ട് വെള്ളം കുടിച്ചിട്ട് കല്ല് പൊടിയുന്നു, കട്ടിയാണ് അല്ലേ, ഭയങ്കര കട്ടി. ചിലർ പറയും വളവളാന്നിരിക്കുന്നു വെള്ളമേ. ഇനി ഞങ്ങളുടെ അവിടെ വന്ന് വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നെങ്കിൽ നിങ്ങൾ ബോട്ടിൽ വെള്ളമേ കുടിക്കത്തുള്ളൂ, നാട്ടിലെ വെള്ളം കുടിക്കുകയല്ല, കാരണം അത്ര മോശമാണ്. എങ്കിലും നിങ്ങൾ അറിയാതെ വായിലോട്ട് ഒഴിച്ചാൽ നിങ്ങൾ പറയും ചേർന്നാണോ എന്ന് പറയും. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ഇങ്ങനെ നമ്മൾ പലതും പറഞ്ഞൊപ്പിക്കുന്നെങ്കിലും സത്യത്തിൽ വെള്ളത്തിന് നിറമുണ്ട്, അതിനൊരു ഗുണമുണ്ട്, അതിന് ഒരു ഗന്ധമുണ്ട്. പക്ഷെ ഇതൊന്നും ആരോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പറയാൻ പറ്റത്തില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വെള്ളം അതിനകത്തേക്ക് ഏത് ശൂന്യമായി തീർന്നിരിക്കുന്ന കൽഭരണയ്ക്കകത്ത് നിറയ്ക്കാൻ പറഞ്ഞിട്ട് തമ്പുരാൻ പറഞ്ഞു, ഇനി അത് കോരിക്കൊണ്ടുവന്ന് വിരുന്നുവാഴിക്ക് കൊടുക്കാം. മഹത്വം എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കുടിച്ചു നോക്കിയിട്ട് ഇത് ഏത് കിണറ്റിലെ വെള്ളമെന്നല്ല ചോദിച്ചത്, പിന്നെയോ ഇത്രയും ശ്രേഷ്ഠമായത് നീ എവിടെയാ ഒളിപ്പിച്ചു വെച്ചത്? എന്താ അതിന്റെ അർത്ഥം? അതിന്റെ രുചി മാറി, അതിന്റെ നിറം മാറി, അതിന്റെ ഗന്ധം മാറി. വിശ്വസിക്കുന്നവർ ഉറക്കപ്പറ, ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തിയ അതിന്റെ നിറം മാറും, അതിന്റെ ടേസ്റ്റ് മാറും, അതിന്റെ ഗന്ധം മാറുകയാണ്. അതിന്റെ പേരാണ് മഹത്വം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാനൊന്നും ഈ സുവിശേഷത്തിന്റെ വ്യക്തമായിട്ട് നിൽക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ജീവിത പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ്. സുവിശേഷത്തോട് നഖശിഖാന്തം എതിർത്ത ഒരാളാണ്. പക്ഷേ ആ എതിർത്ത എന്നെ സുവിശേഷം സ്നേഹിച്ചു. സുവിശേഷത്തിന്റെ വ്യക്തിയായ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ വാരി പുണർന്നതുകൊണ്ട് ഒരു യോഗ്യതയും പറയാൻ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത എൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠരായ നിങ്ങളുടെ നടുവിൽ ഇന്നൊരു പ്രഭാഷകനായി നിർത്തുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതിന്റെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ മഹത്വം വെളിപ്പെടുത്താൻ കഴിവുള്ള തമ്പുരാനുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം, 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 സ്തോത്രം. സുവിശേഷം നിമിത്തം കിട്ടുന്ന ആദരവുകൾ, ബഹുമാനങ്ങൾ, അതിന്റെ അംഗീകാരങ്ങൾ ചെറുതന്നെ കൂടപ്പുറപ്പെ. കാരണം എന്താണ്? സ്വർഗം നമ്മളിൽ മേൽ വെളിപ്പെടുത്തിയ തന്റെ മഹത്വമാണ് അതിന്റെ കാരണം. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നാട്ടിൽ സുന്ദരന്മാരും ആരോഗ്യമുള്ളവരും പണമുള്ളവരും കുലശ്രേഷ്ഠന്മാരും ഒക്കെ ഒത്തിരി ഉണ്ടായിട്ടും അവരെ ആരെയും തിരഞ്ഞെടുക്കാതെ എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ എന്റെ തമ്പുരാൻ ഒന്നേ പറയാനുള്ളൂ, കുഞ്ഞിനെ നിന്നിലെ ഹീനത മാറ്റിയിട്ട് നിന്റെ മേൽ മഹത്വം വെളിപ്പെടുത്താൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തോട് പറയാം, കുടുംബമേ, നിങ്ങളെ തമ്പുരാൻ തിരഞ്ഞെടുത്തു. അവന്റെ മഹത്വം വെളിപ്പെടുത്താനാണ്. ആ മഹത്വം തിരിച്ചവനവർക്കായി ഞാൻ മടങ്ങിപ്പോവുക. നമ്മളൊരു ജംഗ്ഷനിൽ നിന്നുകൊണ്ടാണ് ഒരു ഇടവഴി ഒന്ന് കയറിയത്, തിരിച്ച് ആ ജംഗ്ഷനിലേക്ക് വരുന്നു. കർത്താവ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയില്ല, അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. അപ്പൊ കർത്താവിന് കൃത്യമായ റൂട്ട് ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? കൃത്യമായ റൂട്ട് ഉണ്ടായിരുന്നു. എവിടെ പോകണം, എന്ത് ചെയ്യണം, ആരെ വിളിക്കണം, ആരെ ചേർത്ത് നിർത്തണം എന്നെല്ലാം കർത്താവിന് കൃത്യമായ റൂട്ട് മാപ്പ് ഉണ്ടായിരുന്നു. അയ്യോ, ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരാൻ പെട്ട പാട്. ഇവിടുന്ന് ദൈവദാസൻ ലൊക്കേഷൻ ഇട്ട് തന്നിട്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് വട്ടം കറങ്ങി. ഒരു നൂജൻ പാസ്സായിരുന്നെങ്കിൽ ഈ ദേശത്തിന്റെ ആധിപത്യങ്ങളെല്ലാം ബന്ധിച്ച് ശാസിച്ച് പൻസിച്ച് എല്ലാം നടന്നേനെ. കാരണം ഇവിടെ വരാതിരിക്കാൻ ശത്രു ബന്ധിച്ചതാ. അതൊന്നും അല്ല, ലൊക്കേഷൻ നോക്കിയപ്പോൾ അങ്ങേ അറ്റത്ത് കൊണ്ട് ഞങ്ങളെ
നിർത്തി. തിരിച്ചു വന്നപ്പോൾ അവിടെ ടെൻറ്റ് കണ്ടു, അവിടെ ഒന്നും ഒരു മനുഷ്യനെ കണ്ടില്ല. പിന്നെയും തിരിച്ച് കയറി ഞങ്ങൾ മേടിച്ചെന്നപ്പോൾ അവിടെ അപ്പച്ചൻ പറഞ്ഞ് നേരെ താഴോട്ട് വന്നു. പിന്നെയും താഴോട്ട് വന്നു. അവിടാണ് ഇവിടെ ശബ്ദം കേൾക്കുന്നത്. സത്യത്തിൽ എവിടെ എങ്ങോട്ടാ വരേണ്ടത്? അവിടെ ഒരു ചെറിയ ബോട്ട് വയ്ക്കേണ്ടതായിരുന്നു. പകൽ ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞു. ആ ബോട്ട് കയറിക്കൊണ്ട് വീരരുത് അല്ലേ, നാളെ സഭായോഗമാണ്. അപ്പം ഇനി വെക്സിൻ്റെ കാര്യമൊന്നും അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇത് കണ്ടെത്താൻ ഇച്ചിരി ലൊക്കേഷൻ കിട്ടിയിട്ട് ഞങ്ങൾ കിടന്ന് കറങ്ങിയെങ്കിൽ കർത്താവ് അന്ന് കിടന്ന് കറങ്ങിയില്ല. ഒരു ലൊക്കേഷനും ഇതൊന്നും മാനുഷികമായി കൊടുത്തിട്ടില്ല. പക്ഷെ പിതാവായ ദൈവം മുൻകൂട്ടി പ്രവചിച്ച സ്ഥലങ്ങളിൽ കൂടെ കർത്താവ് ബോധ്യം വരുന്നുണ്ട്. ഗ്രഹിക്കുന്നവർക്കായി വരികയാണ്. അപ്പൊ യേശു തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ എല്ലാവരെയും ഒന്നും കർത്താവ് വിളിച്ചിട്ടില്ല. കർത്താവിന് വേണ്ട ചിലരെയൊക്കെ അങ്ങനെയാണെങ്കിൽ പറയാം, എല്ലാവരും ഒരു സ്ഥലത്ത് കൂടി എന്ന് പറയുന്ന കൂട്ടത്തില് കർത്താവ് ഡയറക്റ്റ് വിളിച്ചവരാണ് ഒന്നാം ഗണത്തിൽ. ബോധ്യം വരുന്നവരെ വിശ്വസിക്കുന്നവർക്ക് അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഈ 21 ദിവസത്തെ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെയും നോട്ടീസും ഫ്ലെക്സും ഒക്കെ ഈ ഗ്രാമങ്ങളുടെ വിവിധ ഇടങ്ങളിലും തിരുക്കോടുകളിലും പട്ടണങ്ങളിലും ഒക്കെയായി ജംഗ്ഷനുകളിൽ കൊണ്ടുവന്ന് നിരത്തിയിട്ടില്ലേ? അവരെല്ലാം ഈ ഫ്ലെക്സ് കണ്ടതല്ലേ? പക്ഷേ ആ ഫ്ലെക്സിന്റെയും നോട്ടീസിന്റെയും വിതരണവും ഒക്കെ അനുസരിച്ചാണെങ്കിൽ ഇവിടുത്തെ സ്ഥലം പോരാതെ വണ്ണം ആളുകൾ ഇവിടെ വരേണ്ടതല്ലേ? പക്ഷെ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ പ്രയാസപ്പെടേണ്ട, വിളിക്കപ്പെട്ടവർ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എന്റെ വാദം. എല്ലാവരെയും തമ്പുരാൻ തിരഞ്ഞെടുത്തിട്ടില്ല. ഇതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുണ്ട്. അവരുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമുണ്ട്. അവരിൽ ഈ പകലിലും വന്നു ചേർന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനയിലും അവരുടെ സാന്നിധ്യം ചിലത് അവരുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാനാണ്. അവരിൽ കൂടെ സഭയ്ക്ക് വേണ്ടി ചിലത് ചെയ്യാനാണ് എന്റെ തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർ പറ, അത് വിശ്വസിക്കുന്നവർ അംഗീകരിക്കുന്നവരും പറ. അവരുടെ ആ ദൈവപ്രവർത്തികൾ ചിലത് വെളിപ്പെടുത്താൻ എന്റെ തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഇത് നമ്മുടെ ഇടയിലെ ചില പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇടയിലെ ചില പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവദാസനെ വിളിച്ചു കൊടുക്കും, ഇന്ന് ആരാ പ്രസംഗിക്കുന്നത് എന്നുവെച്ചാൽ അവരുടെ ഫാൻസുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് ഫാൻസുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് അവരുടെ ഇഷ്ടപ്പെട്ട ആളുകളെ വരുമ്പോൾ മാത്രം അവരുടെ ആളുകളെല്ലാം കൂടെ കൂടും. എന്നാൽ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ദൈവമക്കൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഫാൻസ് എന്ന് പറയാൻ നമുക്കൊരാളേ ഉള്ളൂ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ ഈ ശിശു ഉണ്ടല്ലോ, ഇവനെ നീ കൈക്കൊള്ളുന്നെങ്കിൽ എന്നെ കൈക്കൊള്ളുന്നത് പോലെ. തിരുവഴുത്തുകൾ ഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, കർത്താവ് വിളിച്ചു വേർതിരിക്കപ്പെട്ട ചിലരുണ്ട്. അവരാണ് ഈ എല്ലാവരും എന്ന പ്രയോഗത്തിൽ ബോധ്യം വരുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാവരും ഇനി ഒരു സ്ഥലത്ത് അവർ ഒന്നിച്ചു കൂടിയിരുന്നു. ഇനി ആ സ്ഥലം ഏതാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഓരോന്നും ശരിക്കും കട്ട് ചെയ്താ പറയുന്നേ, അല്ല ചുമ്മാതെ ആട്ടങ്കം പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയല്ല. ഓരോ വാചകങ്ങളെ കൃത്യമായിട്ട് ഖണ്ഡനം ചെയ്ത് മുറിച്ചെടുത്താ പറഞ്ഞു തരുന്നേ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആ പ്രയോഗത്തിൽ അങ്ങനെ പറയാനുള്ള കാരണം, ഒന്ന്, യേശു പറഞ്ഞിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത, പിതാവിൽ നിന്ന് കേട്ടിരിക്കുന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കണോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? യെരൂശലേം വിട്ടുപോകാതെ, യെരൂശലേം വാങ്ങിപ്പോകാതെ നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം. ആ സ്ഥലത്തിന്റെ പ്രത്യേകത മനസ്സിലായോ? എവിടെ നിങ്ങൾ കാത്തിരിക്കണം? യെരൂശലേമിൽ കാത്തിരിക്കണം. ഇനി ഞാൻ പുറകോട്ടിറങ്ങി പറയാം. ഈ യെരൂശലേമിലാണ് യേശു ഉപദ്രവിക്കപ്പെട്ടത്, യേശു അപമാനിക്കപ്പെട്ടത്. ആ സ്ഥലത്ത് ഞങ്ങൾ കൂടെ നടന്നോ? യേശു പറയാ, ഞാൻ അത് ഏറ്റുവാങ്ങാൻ വന്നതാ, പക്ഷെ നിന്നെ അതിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാകില്ല. ഞാൻ അപമാനിക്കപ്പെട്ട ഇടത്ത് നിന്നെ മാനിക്കാൻ എന്റെ പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ പറ, യേശു കഷ്ടത അനുഭവിച്ചത്, യേശു പീഡകൾ ഏറ്റുവാങ്ങിയ സ്ഥലം യെരൂശലേമാണ്. യെരൂശലേമിനെ കുറിച്ച് പ്രവാചകൻ എത്തി വെച്ചത് കേൾക്കണോ? യെരൂശലേമേ, യെരൂശലേമേ.
കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിൻ കീഴെ മറയ്ക്കുന്നത് പോലെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. പക്ഷെ നിനക്ക് മനസ്സായില്ല. അങ്ങനെ മനസ്സിൽ ഇഷ്ടമില്ലാത്ത ഒരുപറ്റം ആളുകളുള്ള സ്ഥലമാണ് യെരൂശലേം. അവിടെ യേശുവിന്റെ ഇഷ്ടത്തിന് ഒരുമിച്ച് കൂടിയത്. അതിന്റെ വിരോധാഭാസം പിടികിട്ടിയോ? യേശുവിനെ നിന്ദിച്ച സ്ഥലമാണ്, യേശുവിനെ അപമാനിച്ച സ്ഥലമാണ്, ക്രൂശിച്ച സ്ഥലമാണ്. പക്ഷെ അവിടെ തമ്പുരാന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയെന്ന്, അന്ന് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയെന്ന്, അവരെ തല്ലിക്കൊല്ലാനല്ലെന്ന് ചിലത് പകരാൻ തമ്പുരാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഈ 20ാമത്തെ പകലിലൂടെ വന്നിരിക്കുന്ന ജനത്തോട് പറയാം, ഇവിടെ പേരുകെട്ട സഭകൾ വേറെ ഉണ്ടാകാം, യാത്രാ സൗകര്യങ്ങളുള്ള ഇടം ഉണ്ടാകാം, അവിടുള്ള ആളുകൾ ഒരിക്കലും നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ലാത്ത, പക്ഷെ സ്വർഗ്ഗത്തിൽ പറയുന്നു ഇവിടെ കൂടാൻ പറഞ്ഞത് ഇവിടെ ചിലത് ജയിക്കാതെങ്കിൽ ഇവിടെ ചില പ്രവൃത്തികൾ ഈ 21 ദിവസം ആശീർവാദം പറയുമ്പോൾ തമ്പുരാൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. യെരൂശലേമിലൊക്കെ ആ കാലത്ത് ഒരു സഭ തുടങ്ങാൻ പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയല്ല. കാരണം അവിടെ കൈ കിട്ടി അവർ അന്നേരം തീർത്ത് കളയും. യേശുവിന്റെ അനുഭാവിയാന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നിന്നാലേ അന്ന് തീർത്ത് കളയും. ആ സ്ഥാനത്തായ യേശു പറഞ്ഞു നിങ്ങൾ ഇവിടെ. അപ്പൊ ആ സ്ഥലം നിങ്ങൾക്ക് പിടികിട്ടിയോ? നീ ആ സ്ഥലം ഒന്നും കൂടെ സൂം ചെയ്യുകയാണ്. ആ സ്ഥലത്തിന് 2ാമത്തെ പ്രത്യേകതയുണ്ട്. യേശുവേ അവസാനം തന്റെ അന്ത്യത്താഴം കഴിച്ച സ്ഥലമാണ്. അവിടെ ഒന്നിച്ചു കൂടാനാണ്. തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ തമ്പാനൂർ ഇറങ്ങി നിന്നിട്ട് ഞാൻ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തിരുവനന്തപുരത്ത് ഇവിടെ വരണ്ട. ഞാൻ ഇതുപോലെ യെരൂശലേമിൽ എവിടെങ്കിലും കൂടിയിട്ട് കാര്യമില്ലെന്ന്. പിന്നെ തമ്പുരാൻ പറഞ്ഞു ഞാൻ അന്ത്യത്താഴം കൂടിയ സ്ഥലമില്ലേ, ആ മാളിക മുറി പിടികിട്ടുന്നുണ്ടോ? അതിന്റെ ഗൗരവമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അത് സ്പോട്ട് ചെയ്ത് പറയുന്നത്. അവിടെ വെച്ചേ ഞാൻ തന്നെ എന്റെ ശരീരത്തിന് നിഴലായ അപ്പം ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ. ധന്യനായ പൗലോസ്ലിയുടെ ഭാഷയനുസരിച്ചാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് എന്റെ ശരീരമാകുന്നു, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞില്ലേ. സ്വന്തം മരണത്തിന് പ്രതീകമായി തന്റെ ശരീരത്തെ തകർക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുനാഥൻ ആ ശരീരത്തിന് പ്രതീകമായി അപ്പത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത അപ്പത്തെ മുറുക്കി കൊടുത്ത അതേ റൂമിനകത്തും നിങ്ങൾ ഒരുമിച്ച് കൂടണം. ഇനി മുറുക്കപ്പെടാനല്ല, മുറുക്കപ്പെട്ട അപ്പം ഭക്ഷിച്ച നിങ്ങൾ ഒരുമിക്കണം. ഒരു വലിയ അപ്പക്കഷ്ണം കൂടുന്നത് ഒരു വലിയ ജനമായി നിങ്ങൾ മാറണം. അത് ബോധ്യം വന്നവർക്കായി സ്വപ്നം ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ പറഞ്ഞ ഞങ്ങൾ അവരെ ഒരുമിച്ച് കൂടും. ഇനി തകർക്കാനല്ല, ഇനി ഒരുമിച്ച് കൂടാനാണ്. ഈ സഭയുടെ ചരിത്രമൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതിന്റെ പണികൾ ഇനിയും പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. കാലങ്ങൾക്കപ്പുറം ഭക്തന്മാർ പ്രാർത്ഥിച്ചാരംഭിച്ച പ്രവർത്തനമായിരിക്കാം. അന്ന് അതും ഇതും പറഞ്ഞ് ഏതെങ്കിലൊക്കെ ഇതിനെ തല്ലി തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നുറുക്കപ്പെട്ട സ്ഥലത്ത് 20ാമത്തെ പകൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നുകർക്കപ്പെടാനല്ല, ഇനി തകർക്കപ്പെടാനല്ല, മറിച്ച് ഇവിടെ ചില പണികൾ നടക്കാൻ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ചില ക്രമീകരണങ്ങൾ സ്വർഗം ചെയ്തെടുക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അഭിമാനത്തോടെ പറ. അത് ചെയ്തെടുക്കാൻ ആ സ്വർഗം ഞങ്ങളെ കൂട്ടിവരുത്തിയത്. ഈ വീട്ടിനകത്തേക്ക് ആരും ഒരുമിച്ച് കൂടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞേക്കാം, ഇവിടേക്ക് ആരും വന്നു ചേരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞേക്കാം. പക്ഷേ സ്വർഗം പറയുന്നു എനിക്ക് നിങ്ങളെ കൂട്ടിവരുത്താൻ ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്വർഗം സ്വർഗം സ്വർഗം. അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത അതാണ്, എല്ലാവരും ഒരു സ്ഥലത്ത്. ഇനി അടുത്ത പ്രയോഗമാണ് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിരുന്നു. അവരുടെ യൂണിറ്റിയാണ് പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നു. 1:15 ആവുന്നല്ലോ.
ദൂരെ പോയി പോകേണ്ട ആളുകളുണ്ടോ? ഒരു 15 മിനിറ്റ് കൊണ്ടിരിക്കാവോ? 15 മിനിറ്റ് കൊണ്ടേ. ശരി, ഞാനത് ഷോർട്ട് ചെയ്യാം. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. നീ കൂടിയിരുന്നവരോട് ചോദിക്കും, എന്നാ ഇവിടെ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നേ? ഒരു പണിയൊന്നും ഇല്ലാത്ത ആരാണോ? അല്ല, പിതാവിൽ നിന്ന് കേട്ടിരിക്കുന്ന വാഗ്ദത്തത്തിന് വേണ്ടിയാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യം. 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. 8ാമത്തെ വാക്യം അങ്ങനാണെങ്കിൽ അതിന്റെ 7ഉം 6ഉം 7ഉം കൂടെ ചേർത്തൊന്ന് വായിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യ യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. യേശു രാജ്യം എപ്പോഴാ സ്ഥാപിതമാക്കി കൊടുക്കുക? രാജ്യം സ്ഥാപിതമാക്കിയിട്ട് വേണം എനിക്ക് അതിൻ്റെ ഒരു മന്ത്രിയായിട്ട് വിലസാൻ. യേശു ഏതെക്കാലം രാജാവാണ്. യേശു രാജാവാണെങ്കിൽ യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ഞങ്ങൾ ആരായിരിക്കും? മന്ത്രിമാരായിരിക്കും, ഏതെങ്കിലും ഒരു പദവി. അപ്പം അത് എപ്പോഴാണ് യഥാസ്ഥാനത്താക്കുന്നതെന്നാണ് അവരുടെ ചോദ്യം. നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കിടക്കുന്ന ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ട് നാളെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കുരിശ് വരച്ചു ആരെങ്കിലും? വരയ്ക്കാൻ തോന്നിയായിരുന്നല്ലേ? ഇങ്ങനെ വന്നോന്ന് എനിക്കൊരു ഡൗട്ട്. ഓക്കെ, അപ്പൊ ഇവരെപ്പോഴും പറയുന്നു രാജ്യം വരണമേ 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 വരണം. യേശു ഒരിക്കൽ പറഞ്ഞു, എന്റെ രാജ്യം ഐഹികം അല്ല, രാജ്യം ഐഹികമല്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ശിഷ്യന്മാർ ചോദിക്കുന്നത് രാജ്യം എപ്പോഴാ? ഇവരിക്കാൻ സമയമില്ലേ, ഞാൻ ഷോർട്ട് കട്ട് ആയതുകൊണ്ട് ഞാൻ ചില കാര്യം മാത്രം പറയാം. യേശു ഒരിക്കൽ പറയുകയാണ്, ദൈവരാജ്യം ശക്തിയോടെ ഇറങ്ങി വരുമ്പോൾ മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ. ഇനി ഒരു ചോദ്യം ഇവിടെ ഇരിക്കുന്നവരോട്, യേശു പറഞ്ഞതിന്റെ ഗൗരവം പിടികിട്ടിയോ? രാജ്യം ശക്തിയോടെ ഇറങ്ങി വരുമ്പോൾ മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഇവിടെ ഉണ്ട്, രാജ്യം ഇറങ്ങി വന്നോ? ഇല്ല. അപ്പൊ ആരും ഇവിടെ കാണണം? യേശുവിന്റെ ശിഷ്യന്മാർ ഇവിടെ കാണണ്ടേ? കഥാവ് പറഞ്ഞനുസരിച്ചാണ് അങ്ങനല്ലേ? രാജ്യം ഇറങ്ങി വരുന്നത് വരെ മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരിലുണ്ടെന്നല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ രാജ്യം വന്നിട്ടില്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാർ ഇപ്പോഴും ഉണ്ടെന്നല്ലേ? അതെ, അവിടെ ഇതിന് ശിഷ്യന്മാരില്ലല്ലോ, നമ്മൾ. പക്ഷെ യേശു അവരോടാ പറഞ്ഞത്, നിങ്ങൾ ഈ നിൽക്കുന്നവരിൽ ചിലര് രാജ്യം വരുന്നവരെ കാണുമെന്ന്. കൺഫ്യൂഷൻ അടിപ്പിക്കുന്നില്ല, ഞാനങ്ങ് പറഞ്ഞു വിടാം. രാജ്യം എന്ന് പറഞ്ഞതേ യേശു പറഞ്ഞില്ലേ, ഐഹികമല്ല, ആത്മീയമാണ് എൻ്റെ രാജ്യം. ആ രാജ്യമാണ് പുതിയ നിയമം. ഇനി തെളിവ്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നുവെങ്കിൽ സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ. പിടികിട്ടിയോ? നമ്മുടെ 21 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും നടക്കുമ്പോഴേ ഇവിടെ ഏതെങ്കിലും ഒരു കുഞ്ഞപ്പൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞങ്ങൾ ഒരു രാജ്യത്തിന് കീഴിലാണ്, ഞങ്ങളൊരു രാജ്യത്തിന്റെ അംഗമാണെന്ന് ബോധ്യം വന്നോ? ഇനി എന്താ യേശു പറഞ്ഞതിന്റെ അർത്ഥം? ദൈവരാജ്യം ശക്തിയോടെ വരുമെന്നാ, പാത്തും പതുങ്ങിയും വരുമെന്നാണോ പറഞ്ഞത്? യേശു പറഞ്ഞു, ഞാൻ കാണാനെ പോലെ വരും, പക്ഷെ എന്റെ രാജ്യം എങ്ങനെ വരും? തലയെ തുണിയിട്ട് ഭംഗി എങ്ങനെയാണ്? അവനാ അങ്ങനെ ഭംഗിയൊന്നും അല്ല വരുന്നത്, പിന്നെയും അത് ശക്തിയോടെ വരും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങനെയാണ് സ്വർഗത്തിലെ ദൈവം ഇവരോട് എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടാൻ പറഞ്ഞതിന്റെ കാര്യം. കുഞ്ഞെ, ഒരു രാജ്യം ഇവിടെ സ്ഥാപിതമാകാൻ പോകുന്നു. ബോധ്യം വന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു രാജ്യം ഇവിടെ സ്ഥാപിതമാകാൻ പോവുകയാണ്.
ആത്മീയരോട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, രാജാക്കന്മാർ അരക്കച്ച മുറുക്കി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു ഇവണ്ണം പ്രാർത്ഥിക്കാൻ, നിന്റെ രാജ്യം വരണമേ എന്ന്. ആ രാജ്യം ഇറങ്ങി വരുമ്പോൾ സ്വർഗം പറഞ്ഞു, ഞാൻ വിളിച്ചു വേർതിരിച്ച എന്റെ ജനം ഇവിടെ കാണണമെന്ന്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി അതിന്റെ മറുവശം പറയട്ടെ. പിതാവായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു, തന്റെ രാജ്യത്തിനെ അടിത്തറമാക്കി, തന്റെ രാജ്യത്തെ സ്ഥാപിതമാക്കി. ഇനി പുത്രൻ ഇറങ്ങി വരുമ്പോൾ നമ്മളും ഇവിടെ കാണണമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അന്ന് അവർ യെരൂശലേമിലാ കൂടിയതെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തിന്റെ വിവിധ ഇടങ്ങളില്, കേരളത്തിന്റെ വിവിധ ഇടങ്ങളില്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ ഇടങ്ങളില്, ലോക രാജ്യങ്ങളുടെ വിവിധ ഇടങ്ങളില്. കാരണം ഭൂമിയുടെ അറ്റത്തോളം എന്റെ രാജ്യത്തിന്റെ മുഖം ചുമക്കുന്ന തന്റെ ഭക്തന്മാർ ഇവിടെ ഉണ്ടാകണം. അവരെ ചേർക്കാൻ, അവരെ ഇവിടുന്ന് എടുക്കാൻ യേശു വരാൻ സമയമായി. വിശ്വസിക്കുന്നവർക്കായി സ്വത്രം. നമ്മുടെ ഇടയിൽ പ്രസംഗിക്കാതെ പോകുന്ന സബ്ജക്റ്റിൽ ഒന്നാണ് യേശുവിന്റെ മടങ്ങി. അതിന് പകരം മൊത്തം രോഗസൗഖ്യത്തിന്റെ പ്രസംഗങ്ങളാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത്. ഇത് നിങ്ങൾ മടങ്ങിയല്ലേ? ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് തൊഴുകയോടെ പറയാം, രോഗസൗഖ്യമല്ല നമുക്ക് ഏറ്റവും പ്രധാനമായി നടക്കേണ്ടത്. നമ്മുടെ പാപത്തെ ഉപേക്ഷിച്ച് മാനസാന്തരത്തിൽ കൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ 20ാമത്തെ പകലായതുകൊണ്ട് അധികം നിങ്ങളെ ഞാൻ മുഷിപ്പിക്കുന്നില്ല. വേഗത്തിൽ പ്രമേയം പറഞ്ഞ് അവസാനിപ്പിക്കാം. തന്നെ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നതിന്റെ ഉദ്ദേശം പറയാം, ഒരു രാജ്യം ഇറങ്ങി വരും. ഇനി ഞാൻ വായിച്ചു 7ാമത്തെ വാക്യം കൂടെ. അപ്പോസ്തലപ്രവൃത്തി 1:7. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഇനി ശ്രദ്ധിച്ച് കേട്ടോ, യേശു പറഞ്ഞതിന്റെ ഗൗരവം കേട്ടോണേ. പിതാവിന്റെ അധികാരത്തിലുള്ള കാര്യം നിങ്ങൾക്കുള്ളത് അല്ല എന്നാണ് പറഞ്ഞല്ലേ. എന്നിട്ട് പറയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ. എന്താ അങ്ങനെ ഒരു പ്രയോഗം? പറയാം, പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ഉള്ളതുപോലെയല്ല പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷം. പിടികിട്ടിയവർക്കാണ്. ഇത് ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ യേശു എന്നാ വരുന്നേ? എല്ലാവരും ശ്രദ്ധിച്ചേ, യേശു എന്നാ വരുന്നത്, യേശു എന്നാ വരുന്നത് നമ്മളൊന്നും ചോദിക്കാറുണ്ടോ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പെന്തക്കോസ്തുകാരെ കളിയാക്കുന്ന ആളുകൾ ചോദിക്കും, നിങ്ങളുടെ യേശു വരുന്നെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആത്മാവ് വന്നപ്പോ നമുക്ക് കാര്യം പിടികിട്ടി. അതാ പറഞ്ഞത്, എന്നാ പിടികിട്ടിയില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നേരത്തെ ചോദിച്ച മണ്ടൻ ചോദ്യം ഇനി ചോദിക്കുകയല്ല. പത്രോസ് പറയുന്നു, യേശു തന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ താമസിക്കുന്നില്ല. ചിലർ താമസം എന്ന് വിചാരിക്കുന്നു, തന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ കർത്താവ് താമസിക്കുന്നു. പിന്നെന്താണ്? ചിലരും കൂടെ മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ച് കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നേ. പണ്ടൊരിക്കൽ ലാസർ മാത്യു എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ പ്രഭാഷകനെ കുറിച്ച് അറിയത്തില്ലേ? ലാസർ മാത്യു കേട്ടില്ലേ? കേരളക്കരയിൽ അടക്കി ഭരിച്ചൊരു ഒരു കാലത്തിൻ്റെ യുഗപ്രഭാവനായിരുന്നു ലാസർ മാത്യു. അദ്ദേഹം ഒരിക്കൽ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ട്രാൻസ്പോർട്ട് വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, KSRTC. പ്രൈവറ്റ് വണ്ടിയിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ഈ രണ്ട് സ്റ്റാൻഡിലും തമ്മിൽ ഒരു വ്യത്യാസമാണ്. KSRTC സ്റ്റാൻഡിൻ്റെ പ്രത്യേകത, ഡ്രൈവർ അങ്ങോട്ട് വന്ന് കയറും, മണിയടിക്കും, വണ്ടി എടുക്കും, ഒറ്റ പിടിച്ച്. പ്രൈവറ്റ് സ്റ്റാൻഡിൽ അങ്ങനെയല്ല. പ്രൈവറ്റ് സ്റ്റാൻഡിൽ വണ്ടി എടുക്കുന്നതിന് മുൻപേ കിളി വന്ന് ആ ഡോറെ തൂങ്ങും. പോകേണ്ട
സ്ഥലത്തേക്കുള്ള പേരുകളെല്ലാം പറഞ്ഞിട്ട് ഡോറയിലടിക്കും. വണ്ടി ഇപ്പം വിടാൻ പോവുക, വണ്ടി ഇപ്പം വിടാൻ പോവുക. ഒരാളിവിടെ കയറിയാൽ ഇപ്പം വണ്ടി കിട്ടും. അപ്പൊ ഡ്രൈവർ ഇങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പം വണ്ടി വിടും, ഇപ്പം ശ്രദ്ധിച്ചേ, ഇങ്ങനെ വണ്ടി ഇപ്പം വിടും, ഇപ്പം വിടും എന്ന് ഇരപ്പിച്ച് ഈ ഫുട്ബോളെ തൂങ്ങിക്കിടക്കുന്ന കിളി അടിച്ചു വിളിക്കുമ്പോ സോഡാ സർബത്തിന് ഓർഡർ ചെയ്ത അമ്മച്ചി പോലും പൈസ കൊടുത്തിട്ട് കുടിക്കാതെ ഓടി വണ്ടി ഓടി കയറിയവർ തിക്കി മുക്കി ഇതിനകത്തിരിക്കുമ്പോ അവര് ചോദിക്കും, എന്നാ വണ്ടി വിടാത്ത, എന്നാ വണ്ടി വിടാത്ത? വണ്ടി വിടും. അവർക്കൊരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈം ആകുമ്പോൾ കിളി രണ്ടടി അടിക്കുമ്പോൾ വണ്ടി വിടുന്ന സ്റ്റാർട്ട്. മനസ്സിലായോ? ഇനി സഭയ്ക്കകത്തായിരിക്കുന്ന നമ്മളോടും പറയാം, ഇനി അധിക സമയമൊന്നുമില്ല, അധിക സമയമില്ല. നമുക്ക് ഇവിടുന്ന് പറക്കാൻ ബോധ്യം വന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഇതിങ്ങനെ ഇരട്ടിക്കുന്നതിന്റെ കാര്യം ചിലരും കൂടെ കേറണം. 21 40 7 ഈ ദേശത്തിൽ കൺവെൻഷനും ഒക്കെ നടത്തുന്നത് വണ്ടി ഇരപ്പിക്കുകയാണ്. ഒരു കിളിയെ പോലെ നമ്മളിങ്ങനെ ഇരപ്പിച്ചുകൊണ്ടിരിക്കുക. ചിലരും കൂടെ കേറാൻ ഇന്ന് പകലിൽ 20ാമത്തെ ഈ പകലിലും ഉറക്കെ ആത്മീയ ദൂത് പറയാം. ചിലരും കൂടെ പ്രവേശിക്കാൻ, ഈ രാജ്യത്തിനകത്ത് വരാൻ തമ്പുരാൻ കണ്ടവരുണ്ട്. അവരെയും ചേർത്തുകൊണ്ട് പറക്കാൻ സമയമായി. അത് വിശ്വസിക്കുന്നവർക്കായി ഇനി ഈ വാക്കുകളുടെ മറ്റൊരു അന്തരംഗമുണ്ട്, പക്ഷെ അത് പറയാൻ സമയമില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞ് തൽക്കാലം എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഈ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു, ഇരുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത പറഞ്ഞു, ഒരുമിച്ചവരുടെ പ്രത്യേകത പറഞ്ഞു. ഇവരേക മനസ്സോടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടുമ്പോ അവരെ നോക്കിക്കൊണ്ട് പറയാം, നിങ്ങൾ ഇന്നലെ വരെ യെരൂശലേമും അതിന്റെ ചുറ്റുപാടും മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? അവർ പറയും, അതെ. അതന്നെ അങ്ങനെ പറയാൻ കാരണം ഞാനതിന് തെളിവ് പറയാം. ഈ ഗലീല കടലെന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത്? എന്താണ്? സത്യത്തിൽ കടലല്ലത്, പിന്നെന്താണ്? തടാകമാണ്. പിന്നെ ഇവർ ഈ കടലെന്ന് പറയാൻ കാരണം അവര് കടലെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. നിങ്ങൾ വീടുന്നു. എൻ്റെ വീട് കുട്ടനാടാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വീടിനടുത്താണ് വേമ്പനാട്ട് കായൽ. കേട്ടിട്ടില്ലേ? കായലുകളിൽ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ആ വേമ്പനാട്ട് കായലിന്റെ തീരത്ത് നിങ്ങൾ പടിഞ്ഞാറ് വശത്ത് നടിക്കുന്ന കാറ്റ് കിഴക്കോട്ട് ആഞ്ഞടിച്ചാൽ കിഴക്കേ തീരത്ത് നിൽക്കുന്ന ഒരാൾ കടല് കണ്ടിട്ടില്ലേ? അവൻ പറയുന്നത് ഇതാ കടലെന്ന്. കേൾക്കുന്നുണ്ടോ? കടല് കാണാത്തവൻ അതിനെ കടലെന്ന് വിശേഷിപ്പിച്ചതുപോലെ ഈ യഹൂദന്മാരായിരിക്കുന്ന ഭൂരിപക്ഷവും 90% ആളുകൾ സത്യത്തിൽ കടല് കണ്ടിട്ടില്ല. ഈ ഗലീലയുടെ തടാകം കൊണ്ടാണ് അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അവരെല്ലാം എഴുതിയപ്പോൾ ലൂക്കോസ് ഒഴിച്ച് ബാക്കി എഴുത്തുകാരെല്ലാം അവിടുത്തുകാരായതുകൊണ്ട് അവരെല്ലാം ഇതിനെ ഗലീല കടൽ എന്ന് പറഞ്ഞു. പക്ഷെ ലൂക്കോസ് അച്ചായൻ കടൽ കടന്നു വന്നതുകൊണ്ട് പുള്ളിക്ക് സംഗതി പിടിക്കുന്നതുകൊണ്ട് പുള്ളി പറഞ്ഞു ഇത് ഗെനസരേത്ത് തടാകമാണ്. ഇനി മറ്റൊരു പേരുണ്ട് കിന്നരോത്ത്. ഞങ്ങളുടെ പേരൊക്കെ കേട്ടിട്ടില്ലേ? അത് ഈ സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നതേ, ഇവരിവിടം വിട്ടെങ്ങും പോയിട്ടില്ല. ഒന്നും കൂടെ പറയാം, വിസയില്ല, പാസ്പോർട്ടില്ല, ടിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇവരോട് പറഞ്ഞു ഒരുമിച്ച് കൂടാൻ. എന്തിനു കൂടാൻ? ഉത്തരം തിരുവെടുത്തുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു. യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോകാം. എന്തിനാ ഒരുമിച്ച് കൂടിയത്? ഒരുമിച്ച് കൂടി ജീവിതകാലം മുഴുവൻ അവിടം കൊണ്ട് തീരാനല്ല, പിന്നെയോ നീ കണ്ടിട്ടില്ലാത്ത ഇടത്തേക്ക് നിന്നെ അയക്കാം. 20ാമത്തെ ദിവസം ഈ സഭയ്ക്കൊന്ന് പറയാൻ പറ്റുമോ? നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ഗ്രാമങ്ങളിലേക്ക്, ചില പട്ടണങ്ങളിലേക്ക്, ചില രാജ്യങ്ങളിലേക്ക് എന്റെ തമ്പുരാൻ നിന്നെ അയക്കാം.
മക്കൾക്കായി. ആമേൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവ് പറഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് നമ്മളിരുന്ന് കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെങ്കിൽ കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോണ്ടേ? എന്ത് പറയുന്നു? പോണ്ടേ? അത് കർത്താവ് നമ്മളെ യാത്ര ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധം പിടിക്കണോ? കർത്താവ് പറഞ്ഞു ഒരുമിച്ച് കൂടാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു, അഭിഷേകം തരാമെന്ന് പറഞ്ഞു, അതൊക്കെ തന്നില്ലേ? എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ വിട്ടു പോകാതിരുന്നാലോ? തന്നിട്ട് പറഞ്ഞത് വിട്ടു പോകാനാ പറഞ്ഞല്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്ത? 1:8 പറഞ്ഞ ദൂത് നിവർത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം ചെയ്തത് ഉണർവല്ല അയച്ചേ. നിങ്ങൾ പിണങ്ങരുതേ, ഉണർവല്ല അയച്ചേ. ബാക്കി തെളിവേണ്ടേ? 8:1-2 വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിക്കണേ. അപ്പോസ്തല പ്രവൃത്തി 8:1-2 വാക്യം. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. Praise the Lord. സഭയ്ക്ക് എന്ത് നേരിട്ടെന്ന്? അയ്യോ, നമ്മൾ വിചാരിച്ചു അന്ധകാര ശക്തികളെല്ലാം വായു പിളർന്നു വന്ന് നമ്മുടെ സഭയെ തകർത്ത് തരിപ്പടമാണ്. പക്ഷെ നിങ്ങൾ അതിന്റെ താഴോട്ടുള്ള ഭാഗം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അറിയാതെ സ്വപ്നം വരും. എന്താ കാരണമെന്ന് ഞാൻ പിന്നാലെ പറയാം. വായിച്ചു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിയെന്ന്. ഇവിടെ പോകാനല്ലേ 1:8 പറഞ്ഞേ? ഇവിടെ പോകാനാ നേരത്തെ കർത്താവ് പറഞ്ഞേ. ഒരുമിച്ച് കൂടാൻ പറഞ്ഞ് ശക്തി ലഭിക്കാൻ പറഞ്ഞതെല്ലാം എവിടെ പോകാനാ? ഈ ഭൂമിയുടെ അറ്റം വരെ പോകാതിരുന്നപ്പം ദൈവം സഭയ്ക്ക് എന്തായിട്ടെന്നാ പറഞ്ഞേ? ഒരു ഉപദ്രവം അയച്ചു. ആ ഉപദ്രവത്തിൽ എന്ത് സംഭവിച്ചു? കർത്താവ് ദൂത് പറഞ്ഞ സ്ഥലം വഴി ഓടേണ്ടി വന്നു. വിശ്വസിക്കുന്നവർ, തിരുവഴുത്ത് ഗ്രഹിച്ചവർ അഭിമാനത്തോടെ പറ. ഇനി ഞാൻ ഇങ്ങനെ പറയാം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉപദ്രവം അയച്ചാൽ അവിടെയും ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് പറയാം. അവിടെയും ഒരു ദൈവിക വാറ്റത്വം നിറവേറാനുണ്ടെന്ന് പറയാം. അവിടെയും ദൈവം തന്റെ പദ്ധതികൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കട്ടെ. തിരുവഴുത്തുകൾ ശ്രദ്ധയോട് ശ്രദ്ധിച്ച എന്റെ ബഹുമാനിയായ എല്ലാ കുടുംബങ്ങളോടും ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടാൻ അനുവദിച്ചതേ എക്കാലവും അവിടെ കൊണ്ട് ജീവിതം അവസാനിക്കാൻ വേണ്ടിയല്ല. എന്നോട് ആവർത്തിച്ചു പറയുന്നു, അവിടെ കൊണ്ട് ജീവിതം തീരാനുള്ളത് അല്ല. അതിനപ്പുറം ദൈവം ചില ഇടങ്ങളിലേക്ക് നമ്മളെ അയക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 21 ദിവസത്തെ പ്രാർത്ഥനയിൽ നമ്മൾ കാണാത്ത ചില വീടുകൾ, നമ്മൾ കയറി സന്ദേശം പറഞ്ഞിട്ടില്ലാത്ത ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ, ചില ദേശങ്ങൾ സ്വർഗം നമുക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? തിരിച്ചറിഞ്ഞവർ ഒന്ന് സ്തോത്രം ചെയ്തേ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ദൈവങ്ങളും അല്പനിമിഷങ്ങളും അധരങ്ങൾ ചലിപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്ക്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനോ നീ? കരുതുന്നവൻ
ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ഹല്ലേലൂയ പാടാം. ശക്തിയോടെ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നത് അവിടം കൊണ്ട് അവസാനിക്കാനല്ല, ഭൂമിയുടെ അറ്റത്തോളം പോകാനുള്ള ദൈവീയമാർഗത്തിലെത്തിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ ഗ്രഹിച്ചല്ലോ. ഈ വചനം ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമാകട്ടെ. ഇനിയും ചില ആളുകൾ ഈ സത്യം അറിഞ്ഞുകൊണ്ട് സഭയിലേക്ക് വന്നു ചേരട്ടെ. നമുക്കും പുറപ്പെടാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഇരിക്കാമല്ലോ.